മീഡിയ ഒരു കാലത്ത് മോഡിക്കെതിരെ കളിച്ചുകൊണ്ട് മീഡിയനെ എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കണം മോഡിക്ക് നന്നായിട്ട് അറിയാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. അമേരിക്ക ചില സാധനങ്ങൾ തരും, നമ്മൾ F-35 ചോദിച്ചാൽ അവർ തരില്ല. അവർ എന്ത് ചെയ്യും, F-16 തരും. അത് പാകിസ്ഥാന്റെ കയ്യിലുണ്ട്. പാകിസ്ഥാന്റെ കയ്യിലുള്ള ഈ സാധനം കൊണ്ട് നമുക്ക് കാര്യമില്ല. മാത്രമല്ല ഇവിടുന്ന് ഏറ്റവും കൂടുതൽ വജ്രം, ഏറ്റവും കൂടുതൽ ടെക്സ്റ്റൈൽസ്, അതുപോലെ ഫ്രൂട്ട്സ് എല്ലാം അമേരിക്കയിലേക്കാണ് നമ്മൾ കയറ്റി. റഷ്യയിലേക്കല്ല കയറ്റുമതി ചെയ്യുന്നത്. റഷ്യക്ക് അത് മേടിക്കാനുള്ള കാശുമില്ല. അപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നമുക്കത് വലിയ തിരിച്ചടിയാണ്. കേരളത്തിൽ ക്രിസ്ത്യൻ ഹിന്ദു സൈക്കിളിൽ ഒരു BJP സാധനം വന്നിട്ടുണ്ട്. അത് കുറേയൊക്കെ മുസ്ലിം വിരോധം കൊണ്ടാണ്. മുസ്ലിം പണ്ടന്മാർ എന്ത് ചെയ്യും, BJP അവരെത്തിട്ട് അങ്ങോട്ട് വിളിച്ചാലും അവരെ സപ്പോർട്ട് ചെയ്യില്ല. പണ്ടത്തെ കാര്യം ബാബറി മസ്ജിദും ഗുജറാത്തും വന്നുകൊണ്ടിരിക്കും. അത് ആ കാലത്ത് സംഭവിച്ചു. അതല്ല അവരുടെ ഇപ്പോഴത്തെ അജണ്ട നമുക്ക് വളരെ ക്ലിയർ ആണ്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ചു. മോദിയുമായി വളരെ ആഴത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളൊക്കെ അദ്ദേഹം നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമായി തുടരുമെന്ന് ഇരു നേതാക്കളും പറഞ്ഞിരിക്കുകയാണ്. ജിയോ പൊളിറ്റിക്സിൽ ഏറെ പ്രാധാന്യമുള്ള ഈ സാഹചര്യത്തിലാണ് ഇരു നേതാക്കളും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച. ലോകമൊന്നടങ്കം ഈ കൂടിക്കാഴ്ചയെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് പരിശോധിക്കാം ഇതിൻ്റെ വിവിധ വശങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ. നമ്മോടൊപ്പം ചേരിക്കാൻ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പുടിൻ ഇന്ത്യയിൽ വന്നു, ചർച്ച നടത്തി. ഇരു നേതാക്കളും തമ്മിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പുടിൻ വന്നപ്പോൾ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നേരിട്ട് എയർപോർട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിക്കുന്നു. എങ്ങനെ കാണാം നമുക്ക് ഈ സന്ദർശനത്തെയും ഇതിനൂടെ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്ന വ്യാപാര ഉടമ്പടികൾ, പ്രതിരോധ ഉടമ്പടികൾ, ഇവയൊക്കെയും? ഇതൊരു ജെൻസി സംഭവം. ജെൻസി ഈ കൂടിക്കാഴ്ച പിന്നെ ഇപ്പൊ നടക്കുന്ന ഈ അന്താരാഷ്ട്ര രംഗത്ത്, എസ്പെഷ്യലി ഇന്ത്യയിലും മറ്റും നടക്കുന്ന ഈ ഉന്നത വിദേശ വ്യക്തികളുടെ സന്ദർശനം എന്ന് വെച്ചാൽ ഹൈപ്പ് കൂടുതലാണ്. ഇപ്പോൾ ട്രംപ് ഇന്ത്യയിൽ വന്നപ്പോൾ മോഡി ഇതേപോലെ തന്നെ വിമാനത്തിന്റെ, നമ്മളങ്ങോട്ട് പോയി പ്രധാനമന്ത്രി ആ രീതിയിൽ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. റേഞ്ച് റോവർ കാറിൽ പോയിട്ട് ഇതേപോലെ സ്വീകരിക്കുന്നു. പ്രോട്ടോകോളൊക്കെ ലംഘിച്ചത് CPM ഇവിടെ കരച്ചിലായി, കോൺഗ്രസ്സുകാർ. പിന്നെ കാര്യം നടന്നാൽ പോരെ. അപ്പം അതുപോലെ തന്നെയാണ് ഇത്. പക്ഷെ ഇപ്പോഴൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പുട്ടിൻ ശരിക്കും പുച്ചിൻ എന്നാണ്. പുച്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെയൊക്കെയല്ലേ പറയും. ഇപ്പൊ മോഡി അല്ല, ശരിക്കും മോദിയാണ്. നമ്മൾ മോഡി എന്നല്ലേ പറയും. റഷ്യ അല്ല, റുസ അങ്ങനെ എന്താ അവര്, റഷ്യ അങ്ങനെ എന്താ പറയുക അവര്, റൂസ്. അപ്പം കാര്യം മനസ്സിലായത്. അപ്പം ആ രീതിയിൽ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സംഭവമാണ്. അത് മീഡിയ ഏറ്റെടുത്തോളും. മീഡിയ വലിയ ബഹളമാക്കും. ഈ മീഡിയ വരുന്ന റിപ്പോർട്ട് ഇവിടെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റയിലൊക്കെ ആളുകൾ വളരെ അതോറിറ്റിയോട് കൂടിയിട്ട് അവർ കമൻറ്റ് ചെയ്യും. സത്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് വലിയ അത്രയൊരു ഹൈ പ്രൊഫൈൽ സാധനമൊന്നും ആയിരിക്കില്ല. മനസ്സിലായില്ലേ? അത് ഞാൻ ആ രീതിയിലാണ് കണ്ടത്. ഞാനിത് എൻ്റെ ഓർമ്മയിൽ ഇതുണ്ട്. ഇവിടുത്തെ ഈ പറയുന്ന പോലെ ട്രംപ് വന്ന സമയത്ത് എങ്ങനെയായിരുന്നു മോഡി ബിഹേവ് ചെയ്തത്. മോഡി പ്രധാനപ്പെട്ട ആളുകളെല്ലാം വരുന്ന സമയത്ത് മോഡി ഈ രീതിയിൽ വലിയ ഗ്രാൻഡാകും. മീഡിയ ഒരു കാലത്ത് മോഡിക്കെതിരെ കളിച്ചുകൊണ്ട് മീഡിയനെ എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കണം മോഡിക്ക് നന്നായിട്ട് അറിയാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ നമ്മൾ ഈ പുറത്ത് ഇന്റർനാഷണൽ മീഡിയയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ വലിയ സംഭവം അത് ഒരു ന്യൂസ് പോലും ആയിരിക്കില്ല. ആദ്യം മനസ്സിലാക്കാം. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഓക്കെ, ട്രംപ് വരുന്നതിന് കഴിഞ്ഞ പ്രാവശ്യം വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ജിയോ പൊളിറ്റിക്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ അത് വളരെ നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള കുറേയേറെ മാറ്റങ്ങൾ. ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വലിയ അടുപ്പമുണ്ടായിരുന്നു, പക്ഷേ അതിൽ ഒരു വിള്ളൽ വന്നു. ട്രംപ് കടുത്ത നടപടികളിലേക്ക് പോകുന്നു, തീരുവ ഉയർത്തുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു. ട്രംപ് ഒറ്റയടിക്ക് പാകിസ്ഥാനിലേക്ക് തിരിയുന്നു. പാകിസ്ഥാൻ്റെ അസിം മുനീറിനെ ഒരു ഉന്നത പദവിയിലേക്ക് ഉയർത്തുന്ന പോലുള്ള പ്രതീതിയൊക്കെ സൃഷ്ടിക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് മുഖം തിരിക്കുന്ന ഒരു ട്രംപിനെയും അമേരിക്കയും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോഴാണ് പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നത്. അല്ല, അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ ട്രംപ് വന്നപ്പോൾ ഇതിലും വലിയ ഹൈപ്പായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അന്ന് മെമ്പടിയായിട്ട് കലാപം ഉണ്ടായി. പിന്നെ ഹൈദരാബാദിലൊക്കെ ഈ കോളനികൾ മറച്ചു വെച്ചുകൊണ്ട് ഹോർഡിങ്സ് വെച്ചു എന്നു. അതൊക്കെ അത് മോശ കാര്യമാണ് ഞാൻ പറയുന്നില്ല. പുറത്തുനിന്ന് ഗസ്റ്റ് വരുന്ന സമയത്ത് ഈ ദാരിദ്ര്യവും ഈ ബന്ധക്കോസ് ക്രിസ്ത്യാനികളെ പോലെ ദാരിദ്ര്യവും കഷ്ടപ്പാട് കാണിക്കുന്നത്. സിറിയൻ ക്രിസ്ത്യാനികളെ പോലെ നമുക്ക് പോംബ് സ്പ്ലെൻഡർ ഒക്കെ കടിച്ച് ഗ്രേറ്റ് ആയിട്ടിരിക്കട്ടെ, അതാണ് നല്ലത്. അത് വലിയ കാര്യമൊന്നുമില്ല പറയുന്നതിൽ. അപ്പം പക്ഷെ എന്നിട്ട് എന്ത് സംഭവിച്ചു, അതിൻ്റെ ഔട്ട്കം എന്തായിരുന്നു എന്നുള്ളതാണ്. എത്ര MOU എത്ര MOU സൈൻ ചെയ്തു, ആ MOU എത്ര നടപ്പിലാക്കി എന്നുള്ളതാണ്. നമ്മൾ നോക്കുന്ന സമയത്ത് ഒബാമയോ അല്ലെ ക്ലിൻ്റനോ ഒക്കെ സന്ദർശിച്ച് വെച്ച് നോക്കുമ്പോൾ ഇത്രയും ഗ്രാൻഡായിട്ട് വന്ന ട്രംപിനെ കൊണ്ട് നമുക്ക് കാര്യമായിട്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കണം. എന്തുകൊണ്ട് ക്ലിൻ്റനും അതേപോലെ തന്നെ ഒബാമയൊക്കെ വന്ന സമയത്ത്
നമുക്ക് വലിയ ബുഷൊക്കെ വന്ന സമയത്ത് വലിയ ഗുണം കിട്ടിയെന്ന് വെച്ചാൽ സോവിയറ്റ് റഷ്യ ഇല്ലാതാവുകയും നമ്മൾ ആ സോഷ്യലിസ്റ്റ് ചേരിയിൽ നിന്ന് നമ്മൾ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുപ്പാവും റഷ്യയായിട്ട്. തീർച്ചയായിട്ടും. അതിൽ നിന്ന് പതുക്കെ മാറി നമ്മൾ അമേരിക്കയോട് കൂടുതൽ അലൈൻ ചെയ്യുകയും അവർ പറയുന്നതനുസരിച്ച് നമ്മൾ സാമ്പത്തിക നയത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും അങ്ങനെ അമേരിക്ക വളരെ പ്രതീക്ഷയോടുകൂടി ഇന്ത്യയെ കണ്ടൊരു സമയമാണ്. ഓക്കെ. അതുകൊണ്ടാണ് മനസ്സിലായേ. അല്ല, അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതുവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് കരുതി അമേരിക്കയെ നമുക്കിനി ഉറച്ചു വിശ്വസിക്കാമെന്ന് നമ്മൾ കരുതി. പക്ഷേ അങ്ങനെയല്ല അമേരിക്കയെന്ന് പിന്നീട് വീണ്ടും നമുക്കൊരു തോന്നലുണ്ടായിരിക്കുന്നു. അപ്പോൾ ഒരിക്കലും നമ്മളെ ചതിച്ചിട്ടില്ലാത്ത റഷ്യ അത് അമേരിക്കയെ പറ്റിച്ചു എന്നുള്ളതല്ല. അമേരിക്ക നമ്മളെ പറ്റിച്ചിട്ടില്ല, നമ്മൾ അമേരിക്കയെ പറ്റിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അമേരിക്കയ്ക്ക് എന്താണ് ഇവിടെ വേണ്ടത്? അമേരിക്ക ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഇവിടെയുള്ള വലിയ വിപണിയാണ്. അതെ, വലിയ രീതിയിൽ നമ്മൾ റിഫോംസ് നടപ്പിലാക്കണം. ബാങ്കിങ് സെക്ടറിലോ അതും ഇതൊക്കെ വലിയ രീതിയിൽ റിഫോം നടക്കും. നമ്മൾ ഘട്ടം ഘട്ടമായി പിടിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. മോഡി പലതും ഇപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല അവരാഗ്രഹിക്കുന്ന പോലെ. അതാണ് മോഡി അവരായിട്ടുള്ള പ്രശ്നം. എന്നാൽ അവർ ആഗ്രഹിച്ച പോലെ ഏതാണ്ടൊക്കെ വാജ്പേയിയും മൻമോഹൻ സിംഗും ഒക്കെ ചെയ്തു കൊടുത്തിരുന്നു. അതുകൊണ്ട് അവർ പൊതുവേ ഹാപ്പി ആയിരുന്നു. മൻമോഹൻ സിംഗ് പക്ഷേ അവസാന കാലത്ത് വലിയ രീതിയിൽ ചെയ്തില്ല. അതുകൊണ്ട് അവർ അൺഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് മോഡീനെ വലിയ പ്രതീക്ഷയോടുകൂടി കണ്ടു. പക്ഷെ മോഡിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് പ്രയോറിറ്റി ഇന്ത്യയാണ്. പിന്നെ അത് മാത്രമല്ല, എന്തുകൊണ്ട് അപ്പോൾ വാജ്പേയിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ അന്നൊരു അത്ര രീതിയിലുള്ള മാറ്റം ഇന്ത്യക്കാർക്ക് കൂടി വേണ്ടിയിരുന്നു. ഇന്ത്യയിലെ ബൂർഷ്വാസി അല്ലെ വലിയ ക്യാപിറ്റലിസ്റ്റുകൾക്ക് വേണ്ടിയിരുന്നു. ഇപ്പൊ നമ്മുടെ ക്യാപിറ്റലിസ്റ്റുകൾ വളരെ വലിയ ജയന്റാണ്, ഗ്ലോബൽ ജയന്റാണ്. അപ്പൊ അത്തരം മാറ്റങ്ങൾ കൊണ്ടാൽ ചിലപ്പോൾ അവരത് നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് മോഡി ഇവർക്ക് ഉണ്ടായതുപോലെ ഫ്രീ ഹാൻഡ് മോഡിക്കില്ല. അന്ന് ഇന്ത്യയെ നയിച്ചിരുന്ന ഇക്കോണമിക് പവറിന്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിന് അത്തരം മാറ്റങ്ങൾ വേണ്ടിയിരുന്നു. ഇവിടെ ജോയിന്റ് വെഞ്ചറുകൾ വേണ്ടിയിരുന്നു, കൂടുതൽ മുതൽ മുടക്ക് വേണ്ടിയിരുന്നു, അങ്ങനെ പലതും വേണ്ടിയിരുന്നു. ഇന്നിപ്പോൾ അവർക്കത് വേണ്ട. അവർ ഇറ്റ്സെൽഫ് ടാറ്റയുടെ വണ്ടികൾക്കൊക്കെ എന്താണ് ബെൻസിനെക്കാളും വലിയ സ്റ്റാൻഡേർഡാണ് നേട്ടം സഫാരിയൊക്കെ. ഇപ്പോൾ 5 സ്റ്റാറൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ടാറ്റയുടെ ടിയാഗോ എന്ന വണ്ടി ഉണ്ടല്ലോ, അതുകൊണ്ട് വല്ല മാരുതിക്ക് ഇടിച്ചാൽ മാരുതിയൊക്കെ ഒരു വൈകായി പോകും. അമ്മാതിരി പവറുള്ള വണ്ടികളാണ് നടക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതുപോലെ റിലയൻസ് മാർട്ടുകൾ എല്ലാം തന്നെ വലിയ ഗ്ലോബൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മോഡിയുടെ പ്രശ്നം വെച്ചാൽ വാജ്പേയി നടപ്പിലാക്കിയ പോലെ മോഡിക്ക് പറ്റില്ല. കാരണം വാജ്പേയിയാലും മോഡിയാണ് അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്? ഇന്ത്യയിലെ വ്യവസായികൾ ഇന്ത്യക്കാരാണ്. ഇന്ന് നമുക്ക് അമേരിക്ക പറയുന്ന പോലെ ആ രീതി ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് നോക്കണം, നമ്മുടെ കർഷകരുടെ ഇൻട്രസ്റ്റ് നോക്കണം. അതെ. അപ്പൊ അവിടെ നമ്മൾ സ്ലോ ഡൗൺ ചെയ്തു. അതുകൊണ്ടാണ് മോഡിയോടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. ആദ്യം മനസ്സിലാക്കി. അതെ, അതാണ്. രണ്ടാമത്തെ അമേരിക്കയുടെ അജണ്ട എന്താണെന്ന് വെച്ചാൽ എന്തായിരുന്നു? അവർ ഒരു റിലീജിയസ് സെക്റ്റിനെ കയറ്റി വിടുന്നുണ്ട്. നമുക്ക് പരിചയമുള്ള ഒരു മതമായിട്ട് ബന്ധമുണ്ട് തോന്നിക്കുന്ന രീതിയിലുള്ള സാധനത്തിന് അവർ കയറ്റി വിടുന്നുണ്ട്. അതെല്ലാം ഫണ്ട് ചെയ്യുന്നുണ്ട്. അവർ വളർന്ന് ഇത്തിൽ കണ്ണി പോലെ നമ്മൾ ശ്രദ്ധിക്കാത്ത സ്ഥലത്ത് പിന്നെ ഈ പറയുന്ന എന്താണ് ആതുര സേവനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ മതമാറ്റം നടത്തുന്നുണ്ട്. ഇത് കോൺഗ്രസ് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമാകുന്നുള്ളതുകൊണ്ട് അത് മൈൻഡ് ചെയ്തില്ല. മാത്രമല്ല കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന IAS IPS ഓഫീസർമാർ, കേരളത്തിൽ നിന്ന് പോകുന്ന മന്ത്രിമാർ ഒക്കെ തന്നെ അവർ സപ്പോർട്ടും ചെയ്തിരുന്നു നന്നായിട്ട്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോകുന്നത് മോഡി അത് സമ്മതിക്കുന്നില്ല. ഈ ഫണ്ടും പിടിച്ചു വെച്ചു, ഇങ്ങനെയുള്ള ആളുകൾക്ക് മൊത്തം ക്ലിപ്പ് ഇടുകയും ചെയ്തു. ഈ രണ്ട് കാര്യമാണ് അവർക്ക് മോഡിയോടുള്ള പ്രശ്നം. തീർച്ചയായിട്ടും പല സംഘടനകൾക്കും വിദേശത്ത് നിന്ന് ഫണ്ടിനൊക്കെ വളരെ നിയന്ത്രണം വന്ന് അത് സുതാര്യമാക്കേണ്ട സാഹചര്യം ഉണ്ടായെന്ന് തോന്നുന്നു. അത് വലിയ എല്ലാം അക്കൗണ്ടബിൾ ആക്കി മോഡി. ഈ പൈസ മൊത്തം തിരിയുന്ന വേറെ ബ്ലാക്ക് മണി ആയിട്ട് മോഡി മൊത്തം അക്കൗണ്ടബിൾ ആക്കി. ഈ മറ്റേ എനിക്ക് ഈ നോട്ട് നിരോധനത്തെ വലിയ അത് യോജിപ്പില്ലാത്ത ഒരാളാണ്. അത് പല രീതിയിലും പല സെക്ടറിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള 2 ഗുണങ്ങളിലൊന്ന് പാകിസ്ഥാൻ തകർന്നു. കാരണം പാകിസ്ഥാൻ ഇന്ത്യൻ കള്ളനോട്ടായിരുന്നു അവരുടെ ഒരു പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ്, അത് തകർന്നു. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള വിനിമയങ്ങളെല്ലാം സ്റ്റെക്കായി. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ പലതും ചാക്ക് കണക്കിന് നോട്ടുകളാണ് റോഡ് സൈഡിൽ ആരോണ്ട് ചിട്ടെന്നൊക്കെ അന്ന് ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കള്ളപ്പണം എല്ലാം വലിയൊരു പരിധി വരെ ഒഴിവാക്കി കിട്ടിയെന്നുള്ളത് അതിൻ്റെ ഒരു ഗുണമാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവർക്ക് മോഡിയോടുള്ള പ്രശ്നം. നമ്മൾ ഈ പറയുന്ന പോലെ ട്രംപിന്റെ പ്രാന്ത് മാത്രമല്ല, ഇന്ത്യയിലെ പല സെക്ടേഴ്സും വളരാൻ തുടങ്ങിയത് അവർക്ക് പ്രശ്നമാണ്. അതാണ് ഇൻഡിപെൻഡൻസ് അസേർട്ട് ചെയ്തു. അതുപോലെ മോഡി ഇന്ദിരാഗാന്ധി തമ്മിലുള്ള ഭയങ്കര ഒരു സാദൃശ്യം തോന്നാം. ഇന്ദിരാഗാന്ധിക്ക് അമേരിക്ക എതിരായിരുന്നു. കാരണം നെഹ്റു ഭരിച്ച സമയത്ത് ഇന്ദിരാഗാന്ധി ആണെങ്കിൽ കാര്യങ്ങളൊക്കെ അവരുടെ വഹിക്കാവുന്നത്. ഇന്ദിരാഗാന്ധി കൂടുതൽ പ്രോ റഷ്യനായി. ഇവര് അമേരിക്കയ്ക്ക് അത്യന്താധുനിക ശേഷിയുള്ള വിമാനങ്ങളും ലൈറ്റ് വിഷൻ ക്യാമറ ഒക്കെ കൊടുത്തു. ആ സമയത്ത് നൈറ്റ് വിഷൻ ക്യാമറ നമുക്കതില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ യുദ്ധങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ആദ്യം പാകിസ്ഥാൻ മേൽക്കൈ ഉണ്ടായിരുന്നു 65 യുദ്ധത്തിൽ. പക്ഷെ പിന്നെ നമ്മളത് തിരിച്ചു പിടിച്ചു. അന്ന് നമ്മളെ സഹായിക്കാൻ റഷ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സോവിയറ്റ് റഷ്യ. അതുകൊണ്ടുകൊണ്ട് ഇന്ദിരാഗാന്ധി കൂടുതൽ അങ്ങോട്ടാകുന്നു. അതുപോലുള്ള സാഹചര്യമാണ് ഇപ്പോഴും പോകുന്നത്. രാജീവ് ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാജീവ് ഗാന്ധി വന്ന സമയത്ത് ഇവരെന്താ വിചാരിച്ചത്? രാജീവ് ഗാന്ധിനെ സോപ്പടിച്ച് കാര്യങ്ങൾ നടത്താൻ വിചാരിച്ചു. രാജീവ് ഗാന്ധി ഫൈനലി എന്താണ് ഇന്ത്യൻ താല്പര്യങ്ങളാണ്. അപ്പം എന്ത് ചെയ്തു? രാജീവ് ഗാന്ധി ഇപ്പോൾ റഷ്യനായി. അപ്പോൾ അവർ രാജീവ് ഗാന്ധിക്കെതിരായി. ഇവർ രണ്ടുപേരും കൊലയിടപ്പെട്ടതിന് CIA ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആദ്യം അവർ സാമധാന ഭേദദണ്ഡങ്ങളാണല്ലോ. അപ്പോൾ അമേരിക്കയുടെ പ്രശ്നം അതാണ്. അല്ല, ഇതിപ്പോൾ പല ചർച്ചകളിലും ഫക്രുദ്ദീൻ ഇത് പറഞ്ഞു. അതായത് CIA യുടെ പങ്ക്
ഇന്ത്യയെ ഡീസ്റ്റബിലൈസ് ചെയ്യാൻ, ഇന്ത്യൻ നേതാക്കളെ ഇല്ലായ്മ ചെയ്യുവാൻ. അത് അവർ ലാസ്റ്റാണ്. ആദ്യം അവർ പല രീതിയിൽ ശ്രമിച്ചു നോക്കും, ഭീഷണി ഒക്കെ പെടുത്തി നോക്കും, ഇന്റലിജൻസ് വിവരങ്ങൾ ചോർത്തി കൊടുത്തു നോക്കും പേടിക്കാൻ വേണ്ടി. എന്നിട്ടൊന്നും പേടിച്ചില്ല, അവർ കൊന്നാൾ. അത് അങ്ങനെയുള്ള ഒരു സംഭവം ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ മോദിയെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്നും പറഞ്ഞിരുന്നു. അതെ, അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ ഈ നമ്മൾ പറഞ്ഞ ഈ ഹൈപ്പാണ്. അപ്പം ട്രംപ് വന്നപ്പോൾ അങ്ങനെ ആ രീതി വലിയ ഹൈപ്പായിരുന്നു. പക്ഷെ ആഫ്റ്റർ ഓൾ രാജ്യത്തിന്റെ ദേശീയ താല്പര്യങ്ങളാണ് പ്രധാനം. അപ്പൊ ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇദ്ദേഹം വന്നു, ഇവിടെ മീഡിയ നിങ്ങൾ നോക്കുക, അദ്ദേഹത്തിന്റെ കാറിനെ പറ്റിയാണ്, പിന്നെ അദ്ദേഹത്തിന്റെ ടോയ്ലറ്റിനെ പറ്റിയാണ് ഏറ്റവും വലിയ ചർച്ച. ഇതിനിടെ കോ ഇഷ്യൂ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. നിങ്ങളെ സാങ്കേതിക വിദ്യ പൂർണ്ണമായി കൈമാറ്റം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് കാണുന്നു. എവിടെ മെമ്മോറാണ്ടം സൈൻ ചെയ്തോ? ന്യൂസ് വിട്ടിട്ട് എന്ത് കാര്യം? ഞാൻ പറഞ്ഞുതരാം. അപ്പം ട്രംപിന് ഇടയ്ക്ക് മോഡി കണ്ട സമയത്ത് ഒരു യൂട്യൂബ് ചാനലിൽ കൊടുത്ത പ്രധാനപ്പെട്ട വാർത്തയാണ്, ഇന്ത്യക്ക് ലോട്ടറി അടിച്ചു, F-22 റാപ്റ്റർ ഇന്ത്യക്ക്. കുന്താണ്. ഇസ്രായേൽ പോലും കൊടുത്തിട്ടില്ല. F-22 റാപ്റ്റർ എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും അത്യന്താധുനികമായ 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ്, ഡബിൾ എഞ്ചിൻ ആണ്. ഇത് അമേരിക്കയുടെ 119 ഏതായാലും അമേരിക്കയുടെ കുറച്ചെണ്ണം ഉണ്ട്, അവരാണ് ഡെവലപ്പ് ചെയ്തത്. അപ്പം ഇവരിത് അവരുടെ സഖ്യകക്ഷിയായ എന്തുണ്ടെങ്കിലും അവർ ഇസ്രായേലിന് കൊടുക്കും. ഇസ്രായേലിന് കൊടുത്തിട്ടില്ല. F-35 ആണ് കൊടുത്തത്, സിംഗിൾ എഞ്ചിൻ സ്റ്റെൽത്ത് 5th ജനറേഷൻ പിന്നെ ഫൈറ്റർ ജെറ്റ്. അത് ഇപ്പം സൗദി അറേബ്യക്കും കൊടുക്കാൻ തന്നു. അതും നമുക്ക് ഓഫർ ചെയ്തിട്ടില്ല, മനസ്സിലാക്കണം. എന്നിട്ടാണ് ഇവിടുത്തെ യൂട്യൂബ് ചാനലിലാണ് അടിച്ചാണ് ഇന്ത്യക്ക് ലോട്ടറി F-22 ഇന്ത്യക്ക്. എന്ത് ഇവർക്ക് എന്താണെന്നിട്ട് അമേരിക്കയുടെ പോളിസി എന്താണെന്ന് അവർക്ക് അറിയോ? അപ്പൊ അതേപോലെ ഉള്ള ന്യൂസാണ് പലതും വരുന്നത്. അല്ല, ഇതിപ്പോ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ റഷ്യൻ ആയുധങ്ങളുടെയും പ്രതിരോധ ഉപകരണങ്ങളുടെയും സ്പെയർ പാർട്സുകളും മറ്റും നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറാനും അവ ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനും മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ധാരണയായിട്ടുണ്ട്. ഇന്ത്യ റഷ്യ ഉച്ചകോടിയുടെ ഭാഗമായി ഡൽഹിയിൽ ആണ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തു. ഈ ഒരു വിഷയത്തിൽ ധാരണയായി നിങ്ങൾ പത്രക്കാർ വന്ന മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തോന്ന് ആ ന്യൂസിന്റെ അടിയിലുണ്ടോ? MOU സൈൻ ചെയ്തോ? എങ്കിൽ നമുക്ക് കുറച്ചൊക്കെ വിശ്വസിക്കാം. എങ്കിൽ നടപ്പിലാക്കണം നിർബന്ധമൊന്നുമില്ല. പല MOU സൈൻ ചെയ്ത് നടക്കാതെ പോയിട്ടുണ്ട്, അത് വിശ്വസിക്കാം. ധാരണയായത് ഇവർ പത്രക്കാർ അങ്ങനെ പലതും. നമ്മളൊക്കെ പണ്ടങ്ങനെ വിശ്വദിവസം മണ്ടമര ആളുകളാണ്. ഞാൻ സിവിൽ സർവീസിന് അടിച്ചപ്പോൾ ഇതിൻ്റെയൊക്കെ റിയാലിറ്റി എനിക്ക് മനസ്സിലായത്. അവിടെ പോയി മണ്ടത്തരം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെൻ്റെക്കായിട്ട് പഠിക്കേണ്ടി വരും. ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇപ്പം റഷ്യ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യം നോക്കാം. റഷ്യ നമ്മൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമായിരുന്നു. പക്ഷെ റഷ്യ താഴ്ന്നതോടുകൂടി നമ്മളെ ഈ ബന്ധത്തിന് അടിസ്ഥാനം എന്താണ്? മിലിറ്ററിയാണ്. നമുക്ക് ഡിഫൻസ് എക്യുപ്മെന്റ് ഫ്രാൻസോ അമേരിക്കയോ ആ സമയത്ത് തരില്ലായിരുന്നു. അത് തന്ന ആരും അത് റഷ്യയാണ്. അത്യാവശ്യ ഘട്ടങ്ങൾ ചൈനീസ് ഉപയോഗിച്ച് ബാക്കി എല്ലാ ഘട്ടങ്ങളിലും സാധിച്ച റഷ്യയാണ്. 2 ഇസ്രായേലുമാണ്. ഇസ്രായേലായിട്ട് നമുക്ക് ബന്ധം ഉണ്ടായിരുന്നില്ല. ഇസ്രായേലിൽ ആ സഹായത്തെ നമ്മൾ കൊടുത്ത പിന്നെ എന്താണ് അപ്രീസിയേഷനാണ് നരസിംഹറാവിന്റെ കാലത്ത് അവരുമായിരുന്നു നമ്മൾ നയതന്ത്ര ബന്ധം തുടങ്ങിയത്. ആ ബന്ധം ഇപ്പോൾ സ്ട്രോങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അമേരിക്ക നമുക്ക് തരില്ലായിരുന്നു, ബ്രിട്ടനും നമുക്ക് തരില്ലായിരുന്നു, ഫ്രാൻസും തരില്ലായിരുന്നു. അപ്പോൾ റഷ്യയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളെല്ലാ സാധനങ്ങളും ഇപ്പോൾ നിങ്ങൾ ഇപ്പം അടുത്ത് ഇവിടെ വ്യോമാഭ്യാസം നടന്നു, നാവികസേനയുടെ കപ്പലുകളൊന്നും നാവികാഭ്യാസം നടന്നു. നിങ്ങൾ എൻ്റെ വീടിൻ്റെ മുകളിൽ കൂടെ പറഞ്ഞ ഹെലികോപ്റ്ററുകൾ എല്ലാം റഷ്യ നിർമ്മിത ഹെലികോപ്റ്ററുകളാണ്, എല്ലാം കാലഹരണപ്പെട്ടതാണ്. ഈ ഹെലികോപ്റ്ററിൽ തന്നെയാണ് നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ശബരിമലയിൽ വന്ന സമയത്ത് യാത്ര പോയതും അവിടെ താണുപോയതും. ഇതേ ഒരു ഹെലികോപ്റ്ററിലാണ് നമ്മുടെ റാവത്ത്. അവിടെ താന്നു പോകാൻ കാരണം സിമെന്റ് പ്രശ്നം. ഉപയോഗിച്ച ഹെലികോപ്റ്റർ ഇതാണ്. പിന്നെ റാവത്ത് ഉപയോഗിച്ചിരുന്നത് അതാണ് തകർന്നു വീണത്. അത് ഹെലികോപ്റ്ററിന്റെ പ്രശ്നം കൊണ്ടല്ല തകർന്നു വീണത്. അതൊരു കാര്യം അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് മിക്കവാറും ചൈനീസ് കളിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അവർ പുറത്തുവിടില്ല. അവർ പറഞ്ഞ ടെക്നിക്കൽ മറ്റാണ് അവർ പറഞ്ഞത്, മിലിറ്ററി പറഞ്ഞത്. പിന്നെ ഇതേ ഒരു ഹെലികോപ്റ്റർ നിങ്ങൾ ശംഖുമുഖത്ത് പോയാൽ കാണാം. ലാൻഡ് ചെയ്ത ഹെലികോപ്റ്റർ അവിടെ പ്രദർശനം വെച്ചിട്ട് ഹ്യൂജ് ഹെലികോപ്റ്ററാണ് ഇത്. എന്നാൽ അമേരിക്കയുടെ ഒരു സൈനികാഭ്യാസം നിങ്ങൾ നോക്കിയോ, അവിടെ അപ്പാച്ചെ പോലെയുള്ള അത്യാധുനിക ഹെലികോപ്റ്ററാണ്. ഇത് ഹെലികോപ്റ്ററുകളും വിമാനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എത്ര പിന്നിലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ പാകിസ്ഥാനെക്കാട്ടും മുന്നിലായിരിക്കും, പക്ഷേ അമേരിക്കയും ചൈനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വളരെ പിന്നിലാണ്. നമ്മൾ റഷ്യൻ നിർമ്മിത സാധനങ്ങളാണ്. അത് ആ കാലഘട്ടത്തിൽ അവർ നന്നായിട്ട് ഉപയോഗിച്ചിരുന്നത്. സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ടെക്നോളജി. അക്കാലത്ത് എല്ലാവരും ഞെട്ടിച്ചൊരു വിമാനമാണ് MiG-21. അതൊക്കെ നമുക്ക് തന്നിരുന്നു. സുഗോയി ഒരു സീരീസ് അവർ റഷ്യയെ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കി. എന്തുകൊണ്ടാണ്? അന്ന് റഷ്യ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് വേണ്ടി ഉണ്ടായി തന്നു. അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റഷ്യയുമായിട്ടുള്ള ബന്ധമെന്ന് വെച്ചാൽ നമ്മുടെ ഈ മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് നല്ലൊരു പങ്ക് റഷ്യയാണ്. അതിൻ്റെ സ്പെയർ പാർട്സ് ഒക്കെ അവരുടെ ഭാഗത്ത് വരണം. പക്ഷേ ഇത് പല യുദ്ധങ്ങളും പാകിസ്ഥാന് മേൽക്കൈ ഉണ്ടാക്കി കൊടുത്തിരുന്നു. ആദ്യഘട്ടങ്ങൾ അവർ അമേരിക്കൻ നിർമ്മിത സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തിയിരുന്നു. പിന്നെ നമ്മുടെ സൈന്യത്തിൻ്റെ ഒരു ശക്തിയും നമ്മുടെ ഒരു ഐക്യവും ഇതെല്ലാം കൂടി വെച്ചുകൊണ്ടാണ് നമ്മൾ തിരിച്ചടിച്ച് പല യുദ്ധങ്ങളും ജയിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ സമയത്താണ് 90s തന്നെ നമ്മൾ മാറി ചിന്തിക്കണം എന്നുള്ള ആവശ്യം വരും. അതിൻ്റെ മുമ്പ് തന്നെ 65 യുദ്ധത്തിന് ശേഷം വന്നു. അങ്ങനെയാണ് നമ്മൾ ജാഗ്വാർ വിമാനങ്ങൾ ബ്രിട്ടനിൽ നിന്ന് മേടിക്കുകയും
മിറാഷ് വിമാനങ്ങൾ അവസാനം ഫ്രാൻസ് തരികയും ചെയ്തു. നമ്മൾ കുറച്ചൊന്ന് നമ്മൾ മയപ്പെട്ടപ്പോൾ അവർ ചെയ്തു, രണ്ട് കൂട്ടരും തന്നു. അപ്പോൾ അത് ഉപയോഗിച്ച് തുടങ്ങി നമ്മൾ. അങ്ങനെയാണ് നമ്മൾ പാകിസ്ഥാനെ ഒരു മേലൊരു ആധിപത്യം പല ഘട്ടങ്ങളും സ്ഥാപിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 90s കൂടി നമുക്ക് ഇപ്പം കാർഗിൽ യുദ്ധം നടന്നതോടുകൂടി നമ്മൾ നമ്മുടെ റഷ്യ തകർന്നപ്പോൾ പല മിലിറ്ററി എക്യുപ്മെന്റ്സിന് സ്പെയർ പാർട്സുകൾ കിട്ടാനില്ല. അവസാനം ഇസ്രായേലാണ് എവിടുന്നൊക്കെ ജൂതന്മാരാണല്ലോ എവിടത്തൊക്കെ സംഘടിപ്പിച്ച് അവർ നമുക്ക് എത്തിച്ചെന്നത്. ഇതൊക്കെ നമുക്കൊരു വലിയ പ്രോബ്ലം ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ അമേരിക്കയിൽ നിന്ന് വലിയ രീതിയിൽ ഗ്ലോബ്സ്റ്റാർ പോലെയുള്ള വലിയ ചരക്ക് വിമാനങ്ങളും മറ്റും പർച്ചേസ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ അപ്പാച്ചെ മേടിച്ചു. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു അപ്പാച്ചെ ഹെലികോപ്റ്ററിന്റെ 1ാമത്തെ സ്ക്വാഡ്രൺ ഇവിടെ എത്തി. 2ാമത്തെ സ്ക്വാഡ്രനാണ് തൂക്കി തിരിച്ചു വിട്ടത് അതിൽ വരുമ്പോൾ. പിന്നെ ഈ ആംഫിബിയൻ വെഹിക്കിൾ ഉണ്ട്, കടലിലൂടെ വന്ന് കരയിൽ ലാൻഡ് ചെയ്യാൻ പറ്റിയ പട്ടാളക്കാരുണ്ട്. അത് നമ്മൾ അമേരിക്കയിൽ നിന്ന് മേടിച്ചു. പിന്നെ അതുപോലെ അമേരിക്ക നമ്മൾ ന്യൂക്ലിയർ സബ്മറൈൻസിന്റെ ടെക്നോളജി, ന്യൂക്ലിയർ സബ്മറൈൻ ചോദിച്ചു, അവർ തന്നില്ല. റഷ്യ തരാൻ തോന്നുന്നു. റഷ്യൻ്റെ ആണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അമേരിക്ക തന്നില്ല. അപ്പം ഇങ്ങനെ അമേരിക്ക ചില സാധനങ്ങൾ തരും. നമ്മൾ F-35 ചോദിച്ചാൽ അവർ തരില്ല. അവർ എന്ത് ചെയ്യും, F-16 തരും. അത് പാകിസ്ഥാന്റെ കയ്യിലുണ്ട്. പാകിസ്ഥാന്റെ കയ്യിലുള്ള ഈ സാധനം കൊണ്ട് നമുക്ക് കാര്യമില്ല. നമ്മൾ എന്തുകൊണ്ട് അടുത്ത് മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് മേടിച്ച സമയത്ത് നമ്മൾ എന്തുകൊണ്ട് റഫേലിലേക്ക് പോയി? അതിന് കാരണം വളരെ കൃത്യമാണ്. ഒന്ന്, നമ്മുടെ കയ്യിൽ നിലവിലുള്ള റഷ്യൻ നിർമ്മിതമായിട്ടുള്ള വിമാനങ്ങൾ ചൈനയുടെ കയ്യിലുണ്ട്. നമ്മുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ശത്രുവായി വരുന്നത് ചൈനയാണ്. ശരിക്കും ഒന്നാമത് ചൈനയാണ്, എങ്കിൽ പോലും ചൈന പെട്ടെന്ന് യുദ്ധത്തിന് നമ്മളോട് വരില്ല. കാരണം അവരും കൂടി അവർക്ക് വലിയ നഷ്ടം വരും. ഈ റഷ്യൻ ടെക്നോളജി അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മുടെ വിമാനങ്ങളെ ഹാക്ക് ചെയ്യാനും പിടിക്കാനൊക്കെ ഭയങ്കര സുഖമാണ്. രണ്ടാമത്തെ കാര്യം, അമേരിക്കൻ വിമാനങ്ങൾ നമ്മൾ എടുത്തില്ല. F-16 നമ്മൾ എടുത്തില്ല. അവർ ഓഫർ ചെയ്തതിന് എടുത്തില്ല. എന്തുകൊണ്ടാണ്? F-16 പാകിസ്ഥാന്റെ കയ്യിലുണ്ട്. അത് അവർക്ക് പരിചയമുള്ള വിമാനമാണ്. അപ്പോൾ എന്താണ്, നമ്മുടെ വിമാനങ്ങൾ അവർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റിയ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ വിമാനം രണ്ടുപേരുടെ കയ്യിലില്ലാത്ത ഫ്രാൻസിന്റെ റഫേലിലേക്ക് പോകാൻ കാരണം അതാണ്. ബേസിക് കാരണം അതാണ്. പിന്നെ മിറാഷ് നല്ല പെർഫോമൻസ് ആയിരുന്നു. അതിന് മുമ്പ് നമുക്ക് കിട്ടിയ മിറാഷ് നല്ല പെർഫോമൻസ്. ജാഗ്വാർ ഇപ്പം ഏതാണ്ട് ഡീകമ്മീഷൻ ചെയ്ത അവസ്ഥയാണ്. കാരണം അതിന്റെ എഞ്ചിന് സ്ട്രെങ്ത് കുറവാണ്, ത്രസ്റ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഡീകമ്മീഷൻ ചെയ്തു. പിന്നെ ഒരു പുതിയ എഞ്ചിൻ നവീകരിച്ചു കൊടുക്കാൻ തോന്നുന്നു. പുതിയ വിമാനം മേടിക്കുന്നതിനേക്കാളും ചിലവാണ്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരവസ്ഥ. അപ്പോൾ അന്നത്തെ അമേരിക്ക നമ്മളെ സഹായിച്ചെങ്കിലും അവർ സർട്ടൻ ബാരിയേഴ്സ് വെച്ചുകൊണ്ടാണ് സഹായിച്ചത്. പിന്നെ അമേരിക്കയിലെ വിമാനങ്ങളിലും എക്യുപ്മെന്റ്സിലും എല്ലാം തന്നെ നമ്മൾ അമേരിക്കയുടെ താല്പര്യത്തിനെതിരാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ അത് ഡിഫങ്ക്റ്റ് ആകുന്ന, പ്രവർത്തനരഹിതമാകുന്ന ഒരു കിൽ സ്വിച്ച് ഉണ്ട് എന്ന് വലിയ ന്യൂസ് അടുത്തിടെ വന്നിരുന്നു. ഇതെല്ലാം കൊണ്ട് അമേരിക്കയിൽ നിന്ന് മേടിക്കാൻ ആളുകൾ തയ്യാറാവുന്നില്ല എന്നുള്ള പ്രശ്നം കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ F-16 പുതിയ വെർഷനൊന്നും നമ്മൾ മേടിക്കാത്തത്. അപ്പൊ ഈ ഘട്ടത്തിലാണ് റഷ്യയാണെങ്കിൽ ഇപ്പോൾ പുടിൻ അണ്ടർ റഷ്യ റിവൈവ് ചെയ്ത് വന്നു. റഷ്യ വൻതോതിൽ ഇൻവെസ്റ്റ്മെന്റ് ഈ പറഞ്ഞ മിലിറ്ററി എക്യുപ്മെന്റ്സ് നടത്തുന്നുണ്ട്. S-500 നമുക്ക് തരാൻ തോന്നുന്നു. 500 ഒക്കെ ലോകത്തെ ഏറ്റവും മികച്ച അമേരിക്കയുടെ താടിനേക്കടക്കം മികച്ച ടെക്നോളജിയാണ്. അത് ചെയ്യുന്നുണ്ട്. അതൊരു ഒരു പുതിയ 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് ഉണ്ടാക്കാൻ അവർ പ്ലാൻ ഉണ്ടായിരുന്നു. അതാണ് SU-57. ഈ SU-57 മൻമോഹൻ സിംഗിന്റെ കാലത്ത് തന്നെ നമ്മളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഉണ്ടാക്കാന്നാണ് പറഞ്ഞത്. പക്ഷെ അന്ന് അവരെന്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യില്ല. പിന്നെ ഈ ഞങ്ങളുണ്ടായിരുന്ന വിമാനങ്ങൾ നിങ്ങൾ മേടിക്കണം. അതേസമയം ഈ വിമാനങ്ങൾ മറ്റാരും കൊടുക്കില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല. മാത്രമല്ല നമ്മൾ അമേരിക്കയായിട്ട് അടുത്തപ്പോൾ അവർ പാകിസ്ഥാനായിട്ട് അടുത്തിരുന്നു. ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഇന്ദിരാഗാന്ധിയുടെ സമയത്തുള്ള പോലെ അമേരിക്കയുമായിട്ട് അകലുന്ന അവസ്ഥ വന്നു. അതിന്റെ വില ഇപ്പം നമ്മൾ കൊടുത്തോണ്ടിരിക്കുക. കാരണം റഷ്യയുമായിട്ട് എത്ര നമ്മൾ അടുത്ത് കഴിഞ്ഞാലും അമേരിക്കൻ മാർക്കറ്റ് നമുക്ക് തരുന്ന ഒരു ഹ്യൂജ് പ്രോഫിറ്റ് റഷ്യൻ മാർക്കറ്റ് തരാൻ പറ്റില്ല. കാരണം റഷ്യൻ റൂബിളിന് എന്താ 26 രൂപേന്റെ ഇന്ത്യൻ അത്രേ വിലയുള്ളൂ. അമേരിക്ക അതല്ല, 100ന്റെ അടുത്തെത്തി. അപ്പം മാത്രമല്ല ഇവിടുന്ന് ഏറ്റവും കൂടുതൽ വജ്രം, ഏറ്റവും കൂടുതൽ ടെക്സ്റ്റൈൽസ്, അതുപോലെ ഫ്രൂട്ട്സ് എല്ലാം അമേരിക്കയിലേക്കാണ് നമ്മൾ കയറ്റി. റഷ്യയിലേക്കല്ല കയറ്റുമതി ചെയ്യുന്നത്. റഷ്യക്ക് അത് മേടിക്കാനുള്ള കാശുമില്ല. അപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നമുക്കത് വലിയ തിരിച്ചടിയാണ്. ഓക്കെ. മാത്രമല്ല അമേരിക്കനെ നമ്മൾ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ ഈ ചൈനയുടെയും ഈ റഷ്യൻ്റെയും ഒരു സർക്കിൾ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ റഷ്യ ഒക്കെയാണ്. പക്ഷേ ഈ ചൈനയാണ് നമുക്ക് അങ്ങനെ കണ്ടുപിടിച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ചൈനയും പാകിസ്ഥാനും നല്ല ബന്ധമാണ്. മാത്രമല്ല ചൈനയും നമ്മളൊരു കോൺഫ്ലിക്റ്റിൽ എല്ലാ സാധ്യതയുണ്ട്. നമ്മളെ വാർ കമാൻഡ് തന്നെ ഇപ്പോൾ 2 തിയേറ്റർ ആയിട്ടാണ്. ഒന്ന് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിനും, ഒരേ സമയം പാകിസ്ഥാനും ചൈനയും യുദ്ധം ചെയ്യാവുന്ന രീതിയിലാണ് നമ്മുടെ മിലിറ്ററിയെ ഇപ്പോൾ സജ്ജമാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭീഷണി അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇനി ഈ ഹൈപ്പ് കാണുമ്പോൾ എനിക്ക് ഭ്രാന്ത് എടുക്കുക. ഇത്രയും ഹൈപ്പിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. കാരണം അമേരിക്കൻ അങ്ങനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞ് ഒന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. മാത്രമല്ല ടെക്നോളജി ട്രാൻസ്ഫർ എത്രത്തോളം ചെയ്യും എന്നുള്ള വലിയ ചോദ്യമാണ്. SU-57 ഫുൾ ടെക്നോളജി ട്രാൻസ്ഫർ ഇന്ത്യക്ക് ചെയ്യും എനിക്ക് ഒരു ഉറപ്പില്ല കാര്യത്തിൽ. കാരണം അത് അവരുടെ ഒരു എന്താ പറയുക. അപ്പൊ നമ്മള്
സ്വന്തമായിട്ട് പണ്ടേ റോക്കറ്റൊക്കെ ഉണ്ടാക്കി നമ്മൾ മുകളിലോട്ട് വിട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെവിടെയൊക്കെ പോയിട്ടുണ്ട്. ചന്ദ്രയാനുണ്ട്, മംഗളയാനൊക്കെ ഉണ്ട്. പക്ഷെ സ്വന്തമായിട്ട് ഒരു ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ, വിമാനത്തിന് എഞ്ചിൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. സ്വന്തമായിട്ട് ഒരു കാർ എഞ്ചിൻ നമ്മൾ അടുത്ത കാലത്താണ് ഉണ്ടാക്കിയത്, ടാറ്റയും മഹീന്ദ്രയും. മഹീന്ദ്ര തന്നെ ബോഷിന്റെ ടെക്നോളജി ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത്. ടാറ്റ എന്താണെന്ന് എനിക്കറിയില്ല, മനസ്സിലായില്ലേ? അപ്പൊ അതാണ് നമ്മുടെ അവസ്ഥ. ടാറ്റ ആദ്യമായി സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കാർ ആരും മേടിക്കില്ല എഞ്ചിൻ. കാരണം ഈ ഇൻഡിക്കന്റെ പമ്പിന് പ്രശ്നം, അതിന് ഇതിനൊക്കെ പ്രശ്നമാണ്. ഇപ്പോഴാണ് ടാറ്റയുടെ എഞ്ചിൻ നന്നായിട്ടത്. അപ്പം നന്നായി. അപ്പം നമുക്കിങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അവരുടെ അന്ന് ക്രയോജനിക് സാങ്കേതിക വിദ്യ നമുക്ക് ഇൻഡയറക്റ്റ്ലി കൈമാറ്റം ചെയ്തെങ്കിൽ തന്നെ, അതാണല്ലോ നമ്പിതാനൊക്കെ ഉൾപ്പെട്ട സംഭവം. അതവിടുന്ന് കള്ളക്കടത്ത് നടത്തിയാൽ മൂപ്പർ ഇങ്ങോട്ട് കൊണ്ടു, അത് തിരിച്ചിട്ടാണ് മൂപ്പര് മേലിൽ കേസെടുത്തത്. അത് വേറെ താല്പര്യമായിരുന്നു. അപ്പം ഈ ഫൈറ്റർ എഞ്ചിന്റെ ടെക്നോളജി കൈമാറ്റം എളുപ്പമൊന്നുമല്ല. ഇവന്മാരിത് ചൈനയ്ക്ക് പോലും കൊടുത്തിട്ടില്ല. ചൈന പിന്നെ അതിൻ്റെ ഉള്ള റിസർച്ച് ചെയ്ത് വേറെ ഉണ്ടാക്കിയെടുത്താണ്. അതുകൊണ്ട് തന്നെ അവരുടെ 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് പേര് മാത്രമേ 5th ജനറേഷൻ ഉള്ളൂ. അതായത് CD100 ബൈക്കിനുള്ള ആർലി ഡേവിഡ്സന്റെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന പോലെയാണ്. അതെ. അപ്പം ഇത് പൂർണ്ണമായി നമുക്ക് തരുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. പത്രക്കാർ എഴുതിയിട്ടുണ്ട്, അല്ലെ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്ത് കാണട്ടെ. കാരണം ഇത് അത്ര എളുപ്പമല്ല. നമ്മളെ ഈ ചർച്ചയൊക്കെ കഴിക്കുന്ന സിവിൽ സർവീസ് ഒക്കെ പഠിക്കുന്ന പിള്ളേരുണ്ടാവും, അവരും അത് തെറ്റിദ്ധരിക്കില്ല. എനിക്കൊക്കെ അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അല്ല, തീർച്ചയായിട്ടും നമ്മൾ റിയലിസ്റ്റിക് ആയിരിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ റിയലിസ്റ്റിക് ആയിരിക്കണം. അനാവശ്യമായിട്ടുള്ള ഹൈപ്പ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഈ പത്രങ്ങൾ പൊതുവെ ഹൈപ്പാണ്. ഇത്രയും കാലം ട്രംപ് മഹാനായിരുന്നു. ട്രംപ് ജയിക്കാൻ വേണ്ടി എന്തും ജോലി ചെയ്യായിരുന്നു. കമലാ ഹാരിസ് ഇന്ത്യക്കാരിയാന്നുള്ള പോലും മറന്നത്. അതാണ് ഇപ്പൊ ട്രംപ് കുത്തിയിട്ടാനായി. അതല്ലല്ലോ റിയാലിറ്റി. അന്നും ഇന്നും ട്രംപാണ്, കമലയാണ്. അമേരിക്കയുടെ താല്പര്യമാണ് അവരുടെ മുഖ്യ താല്പര്യം. അതായത് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ ഇങ്ങനെ ഈ മലപ്പുറക്കാരുടെ സ്വപ്നം നടന്നതിന് എന്ത് കാര്യം? പക്ഷെ ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിച്ച പ്രധാനമന്ത്രി അപ്പോൾ ധീരമായ തീരുമാനമല്ലേ ആണല്ലോ, അല്ലാതെ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഈ ഹൈപ്പ്, ട്രംപ് എന്തോ ഇന്ത്യയുടെ രക്ഷകനാണ്, കൽക്കി അവതാരമാണെന്ന രീതിയിലായിരുന്നു ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അന്ന് നമ്മൾ പറഞ്ഞപ്പോൾ എന്നെ വന്ന് ഇതേ വിളിക്കലായിരുന്നു പണി. അതുപോലെ ഇപ്പൊ റഷ്യ എന്താ വലിയ സംഭവമാണ്. റഷ്യ നമുക്ക് എല്ലാ കാലത്തും സഹായിയായിരുന്നു. പക്ഷെ ഒരു കാലത്ത് റഷ്യ നമുക്ക് ബാധ്യതയായിരുന്നു. പിന്നെ റഷ്യ അമേരിക്ക നമ്മളുടെ ബന്ധം എന്ന് വെച്ചാൽ റഷ്യ സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടാണ്. റഷ്യക്ക് ഇപ്പം നമ്മളെ വലിയ രീതിയിൽ ആവശ്യമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക നമ്മുടെ മാർക്കറ്റ് ആവശ്യം. അത് നാളെ അവർക്ക് ഡിഫർ ചെയ്യാൻ പറ്റും. നാളെയും ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചാൽ മതി. പിന്നെ മറ്റേ അജണ്ട അവർ വേറെ ഏതെങ്കിലും BJP പോയി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവർ നടപ്പിലാക്കും. BJPനെ പോക്കാനുള്ള വഴി അവർ വേറെ രീതിയിൽ നോക്കുന്നുണ്ടാവും. അത് വേറെ കാര്യം. ഇത് മതപരമായ അജണ്ട. മറ്റേത് BJP ഉള്ള സമയത്താണ് പോലും ഈ പതുക്കെ ഈ എക്കണോമിക് അജണ്ട അവർക്ക് നടപ്പിലാക്കാൻ പറ്റും. അതിന് കൺസെൻസസ് അവർ പതുക്കെ ഉണ്ടാക്കിയെടുക്കും. അപ്പം ഇതിന്റെ പ്രശ്നം വെച്ചാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഒന്ന് റിസർച്ച് ആയിട്ട് എലമെന്റ് ഒരുപാട് കാശ് ചിലവാക്കുന്നുണ്ട്. ഈ കാശ് അവർക്ക് വരുന്ന അവരുടെ റിസോഴ്സസ് കയറ്റുമതി ചെയ്തിട്ടാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നോർത്തേൺ സ്ട്രീം എന്നെ പറഞ്ഞിട്ടുള്ള യൂറോപ്പിലേക്ക് ഈ പ്രകൃതിവാതകം കയറ്റി വയ്ക്കുന്ന പരിപാടി, അതിപ്പം ഈ യുക്രൈൻ യുദ്ധത്തോടു കൂടി നിന്നിട്ടുണ്ട്. അവരുടെ ഓയിൽ പലരും മേടിക്കുന്നില്ല. അപ്പോൾ അവരുടെ ഓയിൽ അവർ ഇന്ത്യൻ കമ്പനികൾ മേടിച്ചിട്ടാണ് പുറത്ത് വിറ്റിട്ട് അവർക്ക് അതിന്റെ പോഷൻ ഒരു ഷെയർ കിട്ടുന്നത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. പണ്ടത്തെ റഷ്യ ഒരു പ്രത്യേകിച്ച് കാരണമില്ലാതെ നമ്മളെ സപ്പോർട്ട് ചെയ്തതുപോലെ അല്ല ഇന്നത്തെ റഷ്യക്ക് നമ്മളെ ആവശ്യമാണ്. നമ്മളെ ആവശ്യമാണ്. അതാണ് കാരണം. എന്നാൽ അമേരിക്കക്ക് അങ്ങനെ നമ്മളെ ആവശ്യമില്ല. നമ്മളിവിടെ നിന്ന് ഡ്രസ്സ് നമ്മളെ ഏറ്റി വെച്ചാൽ അവർക്ക് കൊടുക്കാൻ വേറെ ആളുകളുണ്ട്. മനസ്സിലായോ? വൈരം മനുഷ്യൻ കഴിക്കാനുള്ള സാധനം ഒന്നല്ലല്ലോ. മൂന്നാമത് നമ്മൾ ഫുഡ്സ് അവർക്ക് വേറെ സൈപ്രസ് എന്നൊക്കെ കിട്ടും, അതിന്റെ ജപ്പാനിൽ നിന്ന് കിട്ടും. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് റഷ്യക്കാണ് നമ്മൾ ആവശ്യം. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, അമേരിക്കയ്ക്ക് ഈ കച്ചവട താല്പര്യത്തിന് അപ്പുറത്തേക്കുള്ള താല്പര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അമേരിക്കയ്ക്ക് ഒന്ന് മതപരമായ താല്പര്യമുണ്ട്. മതപരമല്ല, പൊളിറ്റിക്കലാണ്. മതപരം ടോട്ടലി ഒരു പൊളിറ്റിക്കൽ, റീജിയണൽ പൊളിറ്റിക്സ് അവിടെയാണ് അവർക്ക് അബദ്ധം പറ്റി. ഇന്ത്യ എന്ന് വെച്ചാൽ എല്ലാ കാലത്തും ഈ പറയുന്ന കേരളത്തിലെ ഒരു പ്രത്യേക ജാതിയെ പറ്റി പറഞ്ഞ പോലെ ഭയങ്കര നിഷേധിത്തരമുള്ള ഒരു രാജ്യമാണ്. ഒരിക്കലും പൂർണ്ണമായി ആർക്കും വണങ്ങി കൊടുക്കില്ല. അത് നമ്മുടെ പണ്ടേ ഉള്ള ഒരു സ്വഭാവമാണ്. ആരാണ്? അല്ലെ, ജാതീയത ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ പോസിറ്റീവായി പറഞ്ഞാണ് ആ വിവാദപ്പെട്ട ആളുകൾക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ട് തോന്നും. ആരെ അവര് മനസ്സിലായല്ലോ. അപ്പോ അതാണ് ഇന്ത്യയുടെ ഒരു സ്വഭാവം. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ജിയോ പൊളിറ്റിക്സിൽ പാകിസ്ഥാനെ വിട്ട് ഇടയ്ക്ക് ഇന്ത്യയുടെ കൂടെ വന്നിരുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ ചൈനയെ അടിക്കാൻ നമ്മൾ ഉപയോഗിക്കാന്ന് വിചാരിച്ചു. നമ്മൾ ചൈനയോട് യുദ്ധത്തിന് പോകുമോ? ഇല്ല. കാരണം ചൈനയുടെ യുദ്ധത്തിന് നമ്മളും ഇല്ല, ചൈനയും ഇല്ല. ജർമ്മനിയുടെ ഇറ്റലിയുടെ ഒക്കെ അവസ്ഥ പോയി രണ്ടാം ലോക മഹായുദ്ധത്തില് തകർന്ന് തരിപ്പണായി ഒന്നും അല്ലാതായി പോകും. സാഹിബ് പിന്നെ ഇരുന്ന് ചിരിക്കും.
അതിന് മോഡി സമ്മതിക്കില്ല. കാരണം ആ ഒരു ദുഷ്ടലക്ഷ്യം കൂടി സായിപ്പിന് ഉണ്ടായിരുന്നിരിക്കാം. സാഹിബിനുണ്ട് ഉണ്ട് കാരണം സായിപ്പിന് എപ്പോഴും ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. ഉണ്ട് ഞാനായിരിക്കണം, അല്ലെങ്കിൽ അവരായിരിക്കണം number one. കോംപ്ലക്സും അല്ല, ഇപ്പൊ ഓൺലി ലാഭം. കാർമാക്സ് മാനിഫെസ്റ്റോ പറഞ്ഞ ലാഭം, കൈത്തറക്കുന്ന ലാഭം, അത് അത് മാത്രം. മാത്രമാണ് അവരുടെ ലക്ഷ്യം. എന്നിട്ട് അന്ന് നമ്മളവിടെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുമ്പോൾ ബംഗ്ലാദേശിൽ നമുക്കെതിരെയുള്ള ഗവൺമെന്റിനെ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു. മാത്രമല്ല ബംഗ്ലാദേശിൽ അവിടെ അവരുടെ പിന്നെ പെർട്ടിക്കുലർ അവർ പ്രൊമോട്ട് ചെയ്യുന്ന പെർട്ടിക്കുലർ സെക്ട് പറഞ്ഞ മതത്തിന്റെ പേരിൽ ഒരു രാജ്യം ഉണ്ടാക്കാൻ ശ്രമിച്ചു. മനസ്സിലായോ? അപ്പൊ കൂടെ നിൽക്കുമ്പോൾ ഈ പണി മൊത്തം പണിഞ്ഞത്. ഇങ്ങനെ പണി റഷ്യ പണിഞ്ഞിട്ടില്ല. റഷ്യ പണ്ട് 62 ചൈനയായിട്ട് യുദ്ധം ഉണ്ടായപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ സഹോദര രാജ്യമാണ്, ഞങ്ങൾ സഹായിക്കാൻ പറ്റില്ല, ഓപ്പണായി പറഞ്ഞു. ഇവരതല്ല, ഇവരിങ്ങനെയുള്ള പണിയെടുക്കുക, അല്ലെങ്കിൽ ബിസിനസ് മാത്രമാണ്, വേറെ ഒരു എത്തിക്സും ഇല്ല. എനിക്ക് തോന്നുന്നു ഈ പണ്ട് മറ്റേ പർവേസ് മുഷറഫ് നവാസ് ഷെറീഫിനോട് നവാസ് ഷെറീഫ് പ്രധാനമന്ത്രിയും പർവേസ് മുഷറഫ് പട്ടാള മേധാവിയായിരുന്ന സമയത്താണല്ലോ നമ്മൾ ഒരു യാത്ര നടത്തിയത്. നമ്മുടെ പ്രധാനമന്ത്രിയും വാജ്പേയി സ്നേഹത്തിന്റെ ബസ് യാത്ര നടത്തി. അപ്പോൾ ആ സ്നേഹം പങ്കുവയ്ക്കുന്നതിനിടയിലും നമ്മുടെ ടെറിട്ടറി പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലായിരുന്നു പാകിസ്ഥാൻ സൈന്യം. അപ്പൊ അതുപോലെ തന്നെയാണ് ഷെരീഫ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു മുഷറഫിന്റെ പണിയായിരുന്നു. മുഷറഫിനെ നിയന്ത്രിക്കുന്ന ആരാണ്? അമേരിക്ക. അതാണ് അതിന്റെ കാര്യം. അതായത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഐക്യം വന്ന അമേരിക്കയുടെ ബിസിനസ് കൂട്ടും. ഒന്ന് പാകിസ്ഥാൻ അവരുടേതായി നിന്ന് മേടിക്കുന്ന എക്യുപ്മെന്റ്സ് കുറയും, ഇന്ത്യ അവരുടേതായി നിന്ന് മേടിക്കുന്ന എക്യുപ്മെന്റ്സ് കുറയും. പിന്നെ നമ്മുടെ റിസോഴ്സസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു ശക്തിയായിട്ട് മാറും. പാകിസ്ഥാൻ ഇന്ത്യ ഒരുമിച്ച് വലിയ ശക്തിയാണ്. അത് ഉണ്ടാവാൻ പാടില്ല. അത് നമ്മൾ അവർ പാകിസ്ഥാൻ ആഗ്രഹിച്ചാലും അമേരിക്ക സമ്മതിക്കില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് അമേരിക്കയുടെ. നമുക്കറിയാം ഈ ശത്രുവിനെ, ഈ അമേരിക്കനെ ഇങ്ങനെ മനസ്സിലാക്കി തന്നെ നമ്മളായി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവരെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. ശക്തനായ ശത്രുവിനെ നമ്മൾ പിണക്കി അവനെ ഒഫൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ താക്കാൻ അവർക്ക് വളരെ എളുപ്പമാണ്. 4 ഉപരോധം വെച്ചാൽ മതി. 4 ഉപരോധം വെച്ചാൽ പെട്ടുപോകും അവർക്ക്. പക്ഷെ ഉപരോധം ഉണ്ടാക്കുക അവർ കാരണം അന്വേഷിക്കുക, ആ കാരണം നമ്മൾ കൊടുക്കരുത്. ചില ക്രൂക്കഡായിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാർ, ചില വ്യക്തികൾ, ഇവരെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പലരും പറയാറുണ്ട്. അനുഭവം അത് പഠിപ്പിക്കാറുണ്ട്. അതായത് ചെന്ന് വേണമെങ്കിൽ രണ്ടിട്ട് പൊട്ടിക്കാം, പക്ഷെ ആ പൊട്ടിച്ചാൽ ഭവിഷ്യത്ത് ഭയങ്കരമായി അടിയിലൂടെയുള്ള പണികളൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. അതുപോലെയാണ് നമ്മുടെ സെറ്റപ്പിന്റെ ഉള്ളിൽ ഈ ബ്രിട്ടനാണ് നമ്മുടെ IAS IPS ഈ സംവിധാനം മൊത്തം ഉണ്ടാക്കി വെച്ചത്, കോടതികൾ ഉണ്ടാക്കിയത്. രാഷ്ട്രീയ പാർട്ടികളെയും പ്രൊമോട്ട് ചെയ്ത് ബ്രിട്ടീഷ് കൊളോണിയലിസമാണ്. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും RSS ഒക്കെ ഉണ്ടായത് ആ സമയത്താണ്. ഇവരെല്ലാം തന്നെ വിവിധ ഘട്ടങ്ങൾ അവർ സഹകരിച്ചിട്ടുണ്ട്. അവിടെ എല്ലാത്തിലും അവരുടെ സ്റ്റൂജ് ഉണ്ട്. എന്തുകൊണ്ടാണ്? ലോകത്തെ ഏറ്റവും എന്താണ് ഫേമസ് ആയിട്ടുള്ള സ്പൈ MI6 ജെയിംസ് ബോണ്ടാണ്. അല്ലാതെ മറ്റേ നാഥൻ, നമ്മുടെ ഇമ്പോസിബിൾ അവനല്ല, അത് ടോം ക്രൂസിന്റെ ക്യാരക്ടർ അല്ല. കാരണം ബ്രിട്ടൻ ഈ കൊളോണിയലിസമായിട്ട് വന്ന് ഈ ആധുനിക ലോകം 3 ലോക രാജ്യങ്ങൾ ഉണ്ടാക്കിയത് ബ്രിട്ടനാണ്. ആ നെറ്റ്വർക്ക് സ്ട്രോങ് ആണ്. ബ്രിട്ടനോ അലീജിയൻസ് ഉള്ള ഒരു വിവാദം അവരെപ്പോഴും നിലനിർത്തിക്കൊണ്ടേയിരിക്കും. ശരിയാണ്. അമേരിക്കക്ക് പോലും പിന്നെ വിവരങ്ങൾ നൽകുന്നത് ഈ ബ്രിട്ടനാണ് പലപ്പോഴും. ബ്രിട്ടൻ സൈലന്റ് ആയിരിക്കുന്നത് നോക്കണ്ട. അതേപോലെ അമേരിക്കക്കൂടെ. അമേരിക്ക എന്ന് വെച്ചാൽ മക്കളെ പ്രൊമോട്ട് ചെയ്യുക, മക്കൾക്ക്, ഭാര്യയ്ക്ക്, ഭർത്താവിനൊക്കെ ജോലി കൊടുക്കും. വലിയ ഉദ്യോഗസ്ഥന്മാരുടെയും വലിയ രാഷ്ട്രീയക്കാരുടെയും വലിയ ബിസിനസ്സുകാരുടെയൊക്കെ. അപ്പൊ അവരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു രഹസ്യങ്ങൾ. പിന്നെ നമ്മുടെ രാജ്യത്ത് സ്വയം വിൽക്കാൻ വെച്ച ഒരുപാട് ഡോക്ടർ ഫോസ്റ്റർമാരുണ്ടല്ലോ, ആത്മാവ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. പൈസ കിട്ടിയാൽ മതിയല്ലോ. അതെ, നമ്മൾ കുറച്ചുകൂടി ഒന്ന് ആഴത്തിൽ നോക്കിയാൽ മതി. അല്ലെങ്കിൽ ആഴത്തിലൊന്നും നോക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നിലേക്ക് പോയാൽ മതി. നമ്മുടെ എക്സ്ട്രീമിസ്റ്റ് സിഖ് സംഘടനയുടെ ആൾക്കാർക്ക് അവിടെ സ്റ്റാൻഡ് ഉണ്ടല്ലോ. കാനഡയിൽ സ്റ്റാൻഡ് ഉണ്ട്, അമേരിക്കയിലുണ്ട്. അല്ല, അവരെല്ലാരെയും നിർത്തും. ഈ താലിബാൻ അവര് കൺട്രോൾ ചെയ്യുന്നില്ലേ, IS അവര് കൺട്രോൾ ചെയ്യുന്നതല്ലേ. ഇതൊന്നും ആരും അറിയില്ല എന്നാണ് അവരുടെ ആവശ്യത്തിന് അവർ ഉപയോഗിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അതിന് നമ്മളെ പിള്ളേർ ഇല്യൂമിനേറ്റ് അത് എന്നൊക്കെ പറയും. എന്താണ് അമേരിക്കയുടെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ആണ് ഇതിന്റെ പിന്നിൽ. അത് എന്തെങ്കിലും ആവട്ടെ. അപ്പൊ അത് അവർ കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കാറ്ററിഞ്ഞുകൊണ്ട് വഞ്ചി എറിയുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ ഇതിന് ഈ വലിയ ഹൈപ്പ് കൊടുക്കുന്ന കാര്യമില്ല. ബ്രിക്സ് നാറ്റോ വരുന്നു, ഇന്ത്യ അതിന്റെ തലവൻ. അങ്ങനെ പണ്ടാരൊക്കെ ഉണ്ടായി നാറ്റോ ആയിട്ടൊക്കെ തല്ലുണ്ടായി 8ന്റെ പണി കിട്ടും. ചൈന കൂളായിട്ട് വലിയും. ചൈന കൂളായിട്ട് അവരായാലും സേഫ് ആകും. അവസാനം നമ്മൾ റഷ്യയിൽ നിന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വരും. റഷ്യ പിന്നെ ഒറ്റ രാജ്യമാണ്, ഒരു ഭാഷ, കുറച്ച് ആളുകൾ, വാസ്റ്റ് ഏരിയ, വാസ്റ്റ് റിസോഴ്സസ്, മിലിറ്ററി സൂപ്പർ പവർ ആണ്. നമ്മളെ കാര്യം അതല്ല. ഒന്ന് വീക്കെൻഡ് ചെയ്താൽ എങ്ങനെ ഒരു പുതിയ രാജ്യം ഉണ്ടാക്കാൻ ആലോചിക്കുന്നവരാണ് ഇന്ത്യയിലെ പല പ്രദേശത്ത് താമസിക്കുന്നത്, നമ്മുടെ രാജ്യത്തിനകത്തുള്ളവർ. അതെ. ഇപ്പൊ മോഡി ശക്തനായതുകൊണ്ട് എക്കോണമി അല്ലെ എഴുതി പോകുന്നതുകൊണ്ടും സൈന്യം ശക്തനായതുകൊണ്ടും കുഴപ്പമില്ല. അല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. അങ്ങനെയൊക്കെ എഴുതുന്നവർക്ക് ഇത് വല്ലതും അറിയോ? നാറ്റോ എന്ന് വെച്ചാൽ എന്താണ്? ബ്രിക്സ് നാറ്റോ. നാറ്റോ എന്താണെന്ന് അറിയോ? ഇന്ന് നമ്മൾ പോയിട്ട് ഇംഗ്ലണ്ടിനെ ആക്രമിച്ചു വെച്ചോ, ഇംഗ്ലണ്ട് നാറ്റോയിൽ മെമ്പറാണ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് ഇവരെല്ലാം കൂടി നമുക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കും. അതെ,
കണ്ടവനെ യുദ്ധത്തിൽ നമ്മൾ വെച്ച് തല വെച്ച് കൊടുക്കേണ്ടി വരും. റഷ്യയും അതുപോലെ തന്നെ ഈ പോളണ്ട് ആയിട്ട് പ്രശ്നം ഉണ്ടായി. പോളണ്ട് നാറ്റോ മെമ്പറാന്ന് എനിക്ക് തോന്നുന്നു. പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം തല വെച്ച് കൊടുക്കണം. അവിടെയാണ് വാജ്പേയിനെ നമ്മൾ നോക്കേണ്ടത്. വാജ്പേയി ഗൾഫ് യുദ്ധത്തിൽ ഇറാഖിലേക്ക് ഇന്ത്യൻ സൈന്യത്തെ അയച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നു. ആര്? അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ്. വാജ്പേയി ഒന്നും പറ്റില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശീയ താല്പര്യം പ്രധാനമാണ്. പണ്ട് അവിടെ പോയി നമ്മളെ സൈന്യര് മരിക്കണോ? അത് തന്നെയാണ്. അവന്മാരെ യുദ്ധത്തിൽ പോയിട്ട് അവന്മാർക്കൊക്കെ അവിടെ ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട്. നമുക്ക് അങ്ങനെ ബിസിനസ് ഇൻട്രസ്റ്റ് ഇല്ല. നമ്മളെ മാത്രമല്ല, നമ്മളെ ആ രാജ്യങ്ങളൊക്കെ നല്ല ബന്ധുവാണ്. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. അല്ല, ഇതിപ്പോൾ അതാണ് ഈ ഫക്രുദ്ദീൻ പറഞ്ഞ ഒരു പോയിന്റ് വളരെ കറക്റ്റാണ്. നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ രാജ്യത്തെ തകർക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന കുറേയേറെ ശക്തികളുണ്ട്. ഈവൻ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡേഴ്സ്. അതിങ്ങനെ ഈ രീതി മോഡിനെ പോലുള്ള ഭരണകൂടം ഒരു 10-40 വർഷം ഭരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിനൊക്കെ റൂട്ട് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആറ്റിറ്റ്യൂഡ് മാറുന്നു. ഇവിടെ ചില പത്രമാധ്യമങ്ങൾ നിരോധിക്കേണ്ട ആവശ്യമുണ്ട്. രാജ്യദ്രോഹം പറയുന്നത്. അല്ല, ഈ ചെങ്കോട്ടയ്ക്കടുത്ത് സ്ഫോടനം നടന്നപ്പോൾ തന്നെ എന്തൊക്കെ ചർച്ചകളാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന്. അല്ല, ചില പത്രമാധ്യമങ്ങളെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഇന്ത്യക്കെതിരെയുള്ള വികാരം ഇന്ത്യക്കാരിൽ ഉണ്ടാക്കുകയാണ്. ലോകത്ത് ഒരു രാജ്യത്തും ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഒരു തേർഡ് വേൾഡ് കൺട്രീസും ഇങ്ങനെ കാണാൻ പറ്റില്ല. പാകിസ്ഥാൻ കാണാൻ പറ്റും, ബംഗ്ലാദേശ് കാണാൻ പറ്റുമോ? പറ്റില്ല. ഒരു സ്ഥലത്തും കാണാൻ പറ്റില്ല. ഇവിടെ മാത്രം ഇങ്ങനെ. ഒന്നെങ്കിൽ അവരെ ആറ്റിറ്റ്യൂഡ് മാറ്റണം, അല്ല അവരെ നിരോധിക്കണം. പക്ഷേ ആറ്റിറ്റ്യൂഡ് എത്ര ശ്രമിച്ചിട്ടും മാറാത്ത, അതില്ലെങ്കിൽ നിരോധിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഒന്ന് കരഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരിക്കൽ നിരോധിച്ചപ്പോൾ തന്നെ കോടതി പോയി രക്ഷപ്പെട്ടതാ. കോടതി എല്ലാ സമയത്തും ഇങ്ങനെ ആവുമെന്ന് വിചാരിക്കേണ്ട. എല്ലാവരും നിൽക്കുന്ന ഈ രാഷ്ട്രം ഉള്ളതുകൊണ്ടാണ്. അല്ല, ഈ കേരളത്തിലെ സംബന്ധിച്ച് പറഞ്ഞ ചില നമ്മുടെ മുൻ DGP സ്ഥാനമൊഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പവറിലിരിക്കുമ്പോൾ അത് ഒന്നും ചെയ്തില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ചെയ്തിട്ടുണ്ടാവാം, നമ്മൾ വേറെ പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ബെഹ്റാനൊക്കെ ഇതൊക്കെ എല്ലാം ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ജനങ്ങളെ പറ്റി കൂടുതൽ അറിയുന്ന അവരാണ്. അപ്പൊ ഒരു DGP ഒക്കെ അങ്ങനെ ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ ഓപ്പണായി പറഞ്ഞാൽ വലിയ പാനിക് വേവ് ഉണ്ടാകും. അതെന്ന് വെച്ചാൽ ഇതിനെതിരെയുള്ള ശക്തികൾ, ഇപ്പം ഏത് സമുദായത്തിനെതിരെ പറയുന്നത് അതിനെ ശത്രുക്കൾ ഉണ്ടാവില്ല, അവരത് ഉപയോഗിക്കും. പിന്നെ അത് വലിയൊരു എന്താണ് നിങ്ങൾ ഈ പറയുന്ന ഫോബിയ അങ്ങനെയാണ് ഉണ്ടാക്കുക. അങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, ഈ കേരളത്തിൽ ഉള്ള ഈ സാഹചര്യം ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റുകളിൽ അത്രയേറെ സൗത്ത് ഇന്ത്യയിലാണ് കൂടുതൽ. നോർത്ത് ഈസ്റ്റിലുണ്ട് അത് അങ്ങനെ തന്നെ നിലനിർത്തുന്നതാണ്, സ്പോൺസർ ചെയ്തിട്ട്. ഈവൻ തമിഴ്നാട്ടിൽ എന്താണ്? തമിഴ്നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്. ഈ 2 സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ. അവിടെ കേരളത്തിൽ ഇത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കാര്യം കിട്ടുന്ന അതൊക്കെ ചെയ്യും. ഇപ്പൊ പിണറായി സ്ട്രോങ് ആയതുകൊണ്ട്, CPM സ്ട്രോങ് ആയതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. അവരെന്തെങ്കിലും ബീക്കൻ ചെയ്താൽ മൊത്തം BJP എടുത്തുണ്ടോ. കേരളത്തില് ക്രിസ്ത്യൻ ഹിന്ദു സൈക്കിള് ഒരു BJP സാധനം വന്നിട്ടുണ്ട്. അത് കുറേയൊക്കെ മുസ്ലിം വിരോധം കൊണ്ടാണ്. മുസ്ലിം പണ്ടന്മാർ എന്ത് ചെയ്യും, BJP അവരെത്തിട്ട് അങ്ങോട്ട് വിളിച്ചാലും അവരെ സപ്പോർട്ട് ചെയ്യില്ല. പണ്ടത്തെ കാര്യം ബാബറി മസ്ജിദ് ഗുജറാത്ത് വന്നുകൊണ്ടിരിക്കും. അത് ആ കാലത്ത് സംഭവിച്ചു. അതല്ല അവരുടെ ഇപ്പോഴത്തെ അജണ്ട, നമുക്ക് വളരെ ക്ലിയർ ആണ്. പക്ഷെ അങ്ങനെ അവരെ നിർത്താൻ ചിലരുടെ ആവശ്യമാണ്. തമിഴ്നാടാണ് പ്രശ്നം. തമിഴ്നാട്ടിൽ വളരെ റൂട്ടഡാണ്. കേരളത്തിലെ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പരിഹരിക്കാം. കേരളത്തിൽ പരിഹരിക്കാം. കാശ് കിട്ടിയാൽ നമ്മൾ മാറും. കാശ് കിട്ടിയാലും പവർ കിട്ടിയാലും മാറും. അതൊക്കെ അങ്ങനെയൊക്കെ എല്ലാ കാലത്തും അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞുതരാം. മലയാളി ആറ്റിറ്റ്യൂഡ്. പിണറായി കേരളത്തിൽ കണ്ട ഏറ്റവും മികച്ച അഡ്മിനിസ്ട്രേറ്റർമാരിൽ ഒരാളാണ് പിണറായി. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയ സമയത്ത് നമുക്ക് അതൊക്കെ മനസ്സിലായതാണ്. അതാണ് ഞാനൊക്കെ ആദ്യ ഘട്ടത്തിൽ ഇവരൊക്കെ എതിർത്ത സമയത്ത് സപ്പോർട്ട് ചെയ്തതാണ്. ഞാൻ മുഖ്യമന്ത്രി ആയപ്പോൾ സപ്പോർട്ട് ചെയ്ത് നിർത്തിയത്. ഇപ്പം ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മൾ ആ സിസ്റ്റത്തിന്റെ സോക്കോൾ അവതാരത്തിന്റെ ഭാഗമായി തിരിച്ചറിയപ്പെടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പം അന്ന് നമ്മൾ വന്നപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തിയായിരുന്നു. ഇപ്പം നോക്കൂ, ക്യാപ്റ്റൻ അയാളൊരു സംഭവമാണെന്നൊക്കെ എത്ര ആളുകളാണ്. അന്ന് എന്നൊക്കെ ഭയങ്കര കുറ്റം പറഞ്ഞു. ഞാൻ ഇതിപ്പോൾ ചിരിക്കും. അതിൽ എടുത്തെന്നാണ് ഇതിപ്പോൾ എന്നോട് സഖാവിനെ പറ്റി പുസ്തകം ചെയ്തത് നിങ്ങൾ ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്ക് പണിയുണ്ട്, എനിക്ക് പുസ്തകം ചെയ്തതല്ല പണി. അന്ന് വേണേൽ പറഞ്ഞ് ഞാൻ ചെയ്തായിരുന്നു. ഇന്നെല്ലാവരും മൂപ്പര് അല്ലെങ്കിൽ ക്യാപ്റ്റൻ എല്ലാവരും അംഗീകരിക്കും. നമ്മൾ പ്രത്യേകിച്ച് പുസ്തകം ചെയ്തേണ്ട ആവശ്യമില്ല. അന്ന് ഈ പറഞ്ഞ് വിളിച്ച് എന്നോട് ചോദിച്ച ആള് എന്നെ ഭയങ്കര ഇയാൾ എന്ത് കണ്ടിട്ടാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത്, അയാൾ അങ്ങനെയാണ്, വിവരം ഉണ്ടോ, വിദ്യാഭ്യാസം ഉണ്ടെന്ന് ചോദിച്ചവനാ. അപ്പൊ പിണറായി കേരളം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരി എന്ന പുസ്തകം എഴുതണം. അതിന് എന്നെ തന്നെ സമീപിച്ചു. അല്ല, പല കാര്യങ്ങളിലും ഫക്രുദ്ദീൻ പിണറായിയെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി മോദിയെയും ഒക്കെ തന്നെ പിന്തുണയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവർ, ഇപ്പോൾ ഇന്ത്യയെ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉയർച്ചയ്ക്കൊക്കെ കാരണമായിട്ടുള്ള ഡിസിഷൻസ് സ്ട്രോങ് ആയിട്ട് എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രി,
അപ്പോൾ അതുപോലെ തന്നെ കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നുകൊണ്ട് പിണറായി വിജയനും കുറെ കൂടി സ്ട്രോങ് ആകാം അല്ലേ, അദ്ദേഹത്തിന് കുറെ കൂടി ഒന്ന് സ്ട്രോങ് ആയി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ രാജ്യത്തിൻ്റെ അഖണ്ഡത, രാജ്യത്തിൻ്റെ ഐക്യവും സുരക്ഷയും ഒക്കെ തന്നെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി കുറെ കൂടിയൊക്കെ അദ്ദേഹത്തിന് നടപടി എടുക്കാവുന്ന അല്ല ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പിണറായി പല കാര്യങ്ങളും എടുത്ത നിലപാട്, പിണറായി CPM പുറത്ത് പ്രസംഗിക്കുന്ന നോക്കണ്ട, ദേശീയത മുൻനിർത്തി തന്നെയാണ്, ദേശതാല്പര്യം മുൻനിർത്തി തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതാണ് ഇവിടെ പലർക്കും ഇപ്പൊ അദ്ദേഹത്തെ പിടിക്കാത്തത്. പിന്നെ ഇവരുടെയൊക്കെ താല്പര്യത്തിൽ പാകിസ്ഥാന്റെ താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കേണ്ടിയിരുന്നു, അല്ല അമേരിക്കയുടെ താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കേണ്ടിയിരുന്നു. ഇന്ത്യയിൽ നിൽക്കുമ്പോൾ ഇന്ത്യൻ ദേശീയ താല്പര്യമാണ് പ്രധാനം, ഇന്ത്യക്കാരനായിരിക്കുമോ അതാ അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ബിട്ടാസും അതുപോലെ തന്നെ ഇദ്ദേഹമൊക്കെ പിന്നെ പിണറായിയൊക്കെ തന്നെ ചില വിഭാഗങ്ങൾ കല്ലേറ് കേട്ടുന്നു. അല്ല ഞാൻ ചോദിക്കട്ടെ, ആ ഒരു സംഭവം കൂടി ഞാൻ, അതായത് ചില കാര്യങ്ങളിലൊക്കെ തന്നെ ഓക്കെ PM ശ്രീ ഇപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ തന്നെ കേന്ദ്രത്തിന്റെ തീരുമാനങ്ങളോട് അലൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ ഒരു സ്ട്രോങ് ലീഡേഴ്സ് അവരുടെ ആശയങ്ങൾ ഏറെക്കുറെ ഒന്ന് എന്നുള്ള തലത്തിലേക്കാണോ പോകുന്നത്? അവര് വ്യത്യസ്തമായ കളറുകളിൽ നിൽക്കുന്നേ ഉള്ളൂ. ഫൈനലി താല്പര്യം ഒന്നായിരിക്കും. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉള്ള നരേന്ദ്രമോദി അല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്തുള്ള നരേന്ദ്രമോദി. മനസ്സിലായി? പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്തുള്ള പിണറായി വിജയൻ അല്ല, അതാണ് പിണറായി തന്നെ പഴയ വിജയൻ പുതിയ വിജയൻ. മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ. അവർ രണ്ടുപേരും ഒരു സെറ്റപ്പിന്റെ ഭാഗമാണ്, ഒരു ഫ്രെയിംവർക്കിന്റെ ഭാഗമാണ്. അപ്പൊ ആ ഫ്രെയിംവർക്കിനെ ശക്തിപ്പെടുത്താൻ അവരുടെ രണ്ടുപേരുടെയും ജോലിയാണ് അവർ ചെയ്യുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ ഗുജറാത്ത് നിങ്ങളുടെ സമയത്താണ് കല ഞാൻ മിണ്ടില്ല എന്ന് നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ കണ്ണാട് രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാക്കിയത് നിങ്ങൾ സെക്രട്ടറി എന്ന് ഇദ്ദേഹത്തിന് വാങ്ങിക്കാൻ പറ്റില്ല. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ആ സിസ്റ്റത്തിനാണ്, അല്ലാതെ സിസ്റ്റം രണ്ടുപേരും എടുത്ത് പുറത്ത് കളയും. അതാണ് എന്റെ പ്രശ്നം. അതിവിടെയുള്ള മണ്ടന്മാർക്ക് മനസ്സിലാവണ്ടേ. ഒന്നെങ്കിൽ മനസ്സിലാവുന്നില്ല, അല്ലെ ഇവിടുന്ന് അച്ചാരം അടിച്ച് മനസ്സിലാവുന്ന നടിക്കുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും ഈ രാജ്യത്തിന്റെ ഐക്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ രാജ്യത്തിന്റെ ഐക്യം സംബന്ധിച്ചുള്ള കാര്യത്തിലാണ് കേരളത്തിലേക്ക് വന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും കുറെ കൂടി തമിഴ്നാടാണ് പ്രശ്നം. തമിഴ്നാട് ഇൻഡെപ്താണ്. ഈ ഹിന്ദു വിരുദ്ധത എന്നുള്ള സാധനം അവിടെ ഇൻഡെപ്താണ്. ഓൾട്ടർനേറ്റീവ് ആണ് ഏറ്റവും വലിയ രസം. ഓൾട്ടർനേറ്റീവ് എന്ന് വെച്ചാൽ അവർ പുറത്തുള്ള ഒരു റിലിജനാണ് അവിടെ നിന്ന് വളരെ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. അമ്മാരെമ്പ് പക്ഷെ പലപ്പോഴും ഭയങ്കര അടിയാണ്. ഓൾട്ടർനേറ്റീവ് ഉണ്ട്. കാരണം കോടതി വിധി പോലും വന്ന് കഴിഞ്ഞ ദിവസം കാർത്തികളൊക്കെ എത്തിക്കാനുള്ള സംഭവത്തിൽ ഒരു ജില്ലാ പോലീസ് മേധാവി കോടതി വിധി നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതൊരു കൺഫ്യൂഷൻ, ഇതൊരു പൊളിറ്റിക്കൽ ക്ലാസ്, ഇന്ത്യ വിരുദ്ധം അങ്ങനെ നിലനിർത്തണം. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അതിന്റെ ഭാഗമായി പോകുന്നുള്ളൂ. പക്ഷെ അവർ കളിച്ചതിൽ അതിശക്തമായ ഹിന്ദുക്കളാണ്. കൺവേർട്ട് ചെയ്ത ആളുകളുള്ള പോലെ ഹിന്ദു മൂല്യങ്ങളെ വളരെ സ്ട്രോങ് ആണ്. പേരുകൾ പോലും മാറ്റിയിട്ടില്ല, മലയാളികളെ പോലെ അല്ല, പേരുകൾ പോലും പലരും മാറ്റിയിട്ടില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷൻ അവിടെയുണ്ട്. ആ കൺഫ്യൂഷൻ പക്ഷെ അപകടകരമാണ്. കാരണം തമിഴന്മാർക്ക് ഒരു ദേശീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വേറൊരു വിഭാഗം പുറത്തിട്ട്, മലയാളിക്ക് അങ്ങനെ പുറത്ത് കേരള രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളില്ല. തമിഴൻ അതുണ്ട്. അതുകൊണ്ട് അതൊരു പൊട്ടൻഷ്യൽ ത്രെറ്റാണ്. ഇതൊരു പൊട്ടൻഷ്യൽ ത്രെറ്റൊന്നല്ല. ഇത് ബേസിക്കലി നമ്മുടെ വാക്കുകൾ എടുത്തു നോക്കിയാൽ നഖം, മുഖം, അങ്ങനെ എല്ലാ വാക്കുകളും ഒരു 40% വാക്കുകൾ സംസ്കൃതം, 40% തമിഴ്ന്നാണ് നമ്മുടെ. ബാക്കി മറ്റു ഭാഷയിൽ നിന്ന് വന്ന ആളുകളാണ് മലയാളികൾ. മലയാളികളെ സ്വന്തം വേർഡ് എന്ന് പറയുകയാണെങ്കിൽ അടിപൊളി, കിടിലം, ഇങ്ങനെയുള്ള ചില വേർഡ്സ് സ്വന്തം മലയാളികളായിട്ടുള്ളൂ. ബാക്കി എല്ലാം മുടി തമിഴ്ന്നാണ്, നഖം, തൊലി എവിടെ നിന്നാണെന്ന് എനിക്കറിയാം. നിങ്ങൾ നോക്കിയാൽ ഓരോ ഒന്നെങ്കിൽ തമിഴ്ന്ന് അല്ലെങ്കിൽ തമിഴ് ഇതിന്ന് വന്നാണ്, ഫ്യൂഷനാണ് ഇത് എഴുതുന്നത് സംസ്കൃതത്തിൽ നിന്ന്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതൊന്നും അലൈൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. തമിഴന്മാർ ശക്തരായി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് നിൽക്കും. ഒന്നുകൊണ്ട് നമ്മൾ തമിഴന്മാരല്ലേ, നമ്മൾ കറുത്തിട്ടല്ലേ എന്ന് പറയും. ഇനി ഉത്തരേന്ത്യക്കാർ ശക്തരായാൽ നമ്മൾ അങ്ങോട്ട് നിൽക്കും. പക്ഷേ നമ്മൾ ഈ സംസ്കൃതത്തിൽ നമ്മൾ നഖം, മുഖം എന്നൊക്കെ പറയുന്നത്. മലയാളീൻ്റെ കാര്യം അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ ശരീരം തന്നെ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ എൻ്റെ നിങ്ങളൊക്കെ കളർ ഏതാണ്ട് ഒരേപോലെ. ഈ രണ്ട് കാരണം കൂടി മിക്സ് ചെയ്തിട്ടുണ്ടായതാണ്. തമിഴന്മാർ കുറച്ചും കൂടി ഒരു പ്യൂർ, അവരുടെ ഒരു റൈസിൻ്റെ ഒരു ട്രേറ്റ് അവരിലുള്ള ആളുകളാണ്. അപ്പം മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളി ഏത് കളത്തിലെക്കാനും പിന്നെ സ്വന്തം കാര്യം, വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് സ്വന്തം കാര്യം നോക്കുകയുള്ളൂ. മലയാളി ഒരു ത്രെട്ടല്ല, പക്ഷെ തമിഴൻ ത്രെട്ടാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ ടാക്കിൾ ചെയ്താണ്, അല്ലെങ്കിൽ ഇതിനെല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നത്. കാരണം രാജ്യത്തിൻ്റെ പുരോഗതിയും ഇന്ത്യ എന്നുള്ളതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാമുഖ്യം നൽകി അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ട്രംപിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ അംഗീകരിക്കാതെ വരികയും ട്രംപിന് നമ്മൾ അനാമബദ്ധരാവുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. ഈ സാഹചര്യത്തിലാണ് പുടിൻ്റെ സന്ദർശനം വരുന്നത്. നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രിയും പുടിനും ചേർന്ന് നിൽക്കുമ്പോൾ ഈ ഒരു ത്രെട്ട്, അമേരിക്ക എന്നുള്ളൊരു ത്രെട്ടിനെ, എൻ്റെ ഒരു ചോദ്യമാണ്, അമേരിക്ക എന്നുള്ളൊരു ത്രെട്ടിന് മുന്നിലേക്ക് ഞങ്ങൾ ഒറ്റയ്ക്കല്ല, വി ഹാവ് സ്ട്രോങ് ആലീസ് എന്ന് വി ഹാവ് സ്ട്രോങ് അലൈസ് എന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും എന്ന് ഞാൻ കരുതുന്നുണ്ട്. അല്ല, അങ്ങനെ നിൽക്കുന്ന സമയത്ത് അമേരിക്ക ട്രംപ് അപ്പുറത്ത് നിന്നിട്ട് ഈ
മിഥുനത്തിൽ ഇന്നസെന്റിനെ പോലെ ഇങ്ങനെ കൈയും കെട്ടി നോക്കി. ഇത്രയേ ഉള്ളൂ. കാരണം അമേരിക്കക്ക് അതൊന്നും പേടിയൊന്നുമില്ല. ഈ രാജ്യങ്ങൾ തമ്മിൽ പരസ്പര വൈരുദ്ധ്യം ഉണ്ടെന്ന് അറിയാം. എസ്പെഷ്യലി ഇന്ത്യയും ചൈനയും തമ്മിൽ പരസ്പര വൈരുദ്ധ്യമുണ്ട്. ഒരു പരിധി കൂടെ ഒരുമിച്ച് പോകാൻ പറ്റില്ല അവർക്കറിയാം. അതുകൊണ്ട് അത് അവർ പേടിക്കുന്നില്ല. മാത്രമല്ല അവർ വലിയ രീതിയിൽ നമ്മളെന്നുണ്ട് ഇപ്പം അവർ വലിയൊരു മാനുഫാക്ചറിങ് ഹബ്ബാണ് ചൈനയെ പോലെ. നമ്മളെ വലിയ രീതിയിലൊന്നും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ റഷ്യനെ പോലെ തന്നെ അവർ മിലിറ്ററി പവറാണ്. അവർക്ക് നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ സാമ്പത്തികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് മറികടക്കാനുള്ള ശേഷിയൊക്കെ അവർക്കുണ്ട്. ഇത് കൂടുതൽ ഹൈപ്പാണ്, മനസ്സിലായി. അമേരിക്കനെ നമുക്കെല്ലാം ആവശ്യമാണ്. അമേരിക്ക നമുക്ക് ഇഷ്ടമില്ല, പക്ഷെ ലോകത്തെ വലിയ പവർ നമുക്ക് അവരെ അവഗണിക്കാൻ പറ്റില്ല. ഒരു 10-30 വർഷത്തേക്ക് 30 വർഷത്തേക്ക് ഏറ്റവും ചുരുങ്ങിയത്. കാരണം അവരുടെ ഒരു മിലിറ്ററിയുമായിട്ട് അതിഭീകരമാണ്. റഷ്യക്ക് അവരെ നശിപ്പിക്കാൻ പറ്റും, പക്ഷെ യുദ്ധത്തിൽ ജയിപ്പിക്കാൻ പറ്റില്ല. അവരെ ജയിക്കാൻ പറ്റില്ല, നശിപ്പിക്കാൻ പറ്റും. അതാണ് അതിന്റെ ഒരു കാര്യം. അതിനുള്ള ശേഷിയൊക്കെ ഉണ്ട്. അപ്പം ഇപ്പൊ നമ്മൾ ഒരു അഡ്വാൻറ്റേജ് റഷ്യ ആയിട്ടുള്ളത് റഷ്യക്ക് നമ്മൾ ആവശ്യമുണ്ട്. പക്ഷെ റഷ്യയുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കളിക്കുന്നത് നമ്മൾ അമേരിക്കയായിട്ട് പണങ്ങും. അമേരിക്കയായിട്ട് പണങ്ങുമ്പോൾ പ്രശ്നം വെച്ചാൽ ഉപരോധങ്ങൾ വരും. ഉപരോധങ്ങൾ വന്നാൽ അതിന് മോഡിന്റെ കയ്യിൽ നിൽക്കില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ സഹിച്ചു കൂടെ നിൽക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. മോഡി കാര്യങ്ങൾ കുഴപ്പമില്ലാതെ കൊണ്ടുപോകുന്നതുകൊണ്ടാണ് അയാൾക്ക് കയ്യടി കിട്ടുന്നത്. അല്ലാതെ നമ്മളെ ആളുകൾ പലരും തരുന്നതും കാണിക്കും. ഈ ദേശസ്നേഹം എന്നൊക്കെ പലരും വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, ഉള്ളിൽ നിന്ന് വരുന്നതല്ല. മനസ്സിലായി? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ റഷ്യ നമുക്ക് എന്താ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ തന്നെ ഈ രീതിയിൽ സഹായിച്ചാലാണ്. പക്ഷെ ഈ രീതിയിൽ നമ്മൾ സഹായിച്ചാല് അപ്പുറത്ത് നമുക്ക് ചെക്ക് വരും. ടെക്നോളജി വരണമെങ്കിൽ വരട്ടെ. ടെക്നോളജി കുറെയൊക്കെ വരും. പക്ഷെ നമ്മൾ വലിയ രീതിയിലുള്ള ക്രിട്ടിക്കലായിട്ടുള്ള ടെക്നോളജി കൈമാറ്റം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് തോന്നുന്നത് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്തത് യൂറോപ്പിലേക്കൊക്കെ നമ്മൾ, അല്ലേ? അതെ. പക്ഷെ യൂറോപ്പിന് ടെക്നോളജി കൊടുക്കില്ല. ഇവന്മാർ ഒരു ആപ്പാട് സ്വീഡൻ പറഞ്ഞിട്ടുണ്ട് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാം, ഒരുമിച്ച് 6th ജനറേഷൻ ഫൈറ്റർ ഉണ്ടാക്കാൻ. അവരുടെ ഗ്രിപ്പൺ മേടിച്ചല്ല, അത് നമ്മൾ മേടിച്ചിട്ടില്ല, നമ്മൾ മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. ബ്രിട്ടൻ സാങ്കേതിക സഹായം ചെയ്യാന്ന് പറഞ്ഞാൽ കോർ സാധനം തരില്ല എന്ന്. കോർ നിങ്ങളെ കയ്യിലുള്ള ഒരു കോർ ആയിട്ടുള്ള കാര്യം ഉണ്ടല്ലോ, അത് നിങ്ങൾ വിട്ട് കളിക്കില്ല. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അതാണ് നിങ്ങളുടെ ഒരു വിലപേശൽ ശക്തി. അതുണ്ടെങ്കിൽ അത് അപ്പുറത്തുള്ളതുകൊണ്ടാണ് ആളുകൾ നിങ്ങൾ ബഹുമാനിക്കുന്നത്. അത് പോയി കഴിഞ്ഞാൽ തീർന്നു. ഇത് ആദ്യം മനസ്സിലാക്കണം നമ്മൾ. ഈ പത്രക്കാർ പലപ്പോഴും പ്രശ്നം എന്താ പറയുക, ഇവർ ഈ കാര്യം മനസ്സിലാക്കാതെ കയറിയിട്ട് അവിടുന്ന് ഇവിടുന്ന് നിങ്ങൾ ന്യൂസ് ഏജൻസി കൊടുക്കുന്ന അടിച്ചുവിടും. കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പം ജനങ്ങളുടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കും. പത്രക്കാർ ആദ്യം ഇൻഡെപ്ത് ആയിട്ടെങ്കിലും ഒരു കൊടുക്കുന്ന ന്യൂസിന്റെ സെൻട്രൽ പേജ് ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് അങ്ങ് കൊടുക്കുന്നു. കൊള്ളാവുന്ന ആളുകൾ ഈ ഓരോ വിഷയങ്ങളിലും നന്നായി ധാരണയുള്ള ആളുകൾ അതാത് ഡെസ്കിൽ ഇരുത്തുകയും ചെയ്യണം. തീർച്ചയായിട്ടും. ഇത് വളരെ വളരെ ഒരു നിർണായകമായ ഘട്ടത്തിലൂടെയാണ് ലോക പൊളിറ്റിക്സ് തന്നെ കടന്നു പോകുന്നത്. ഇന്ത്യയുടേതും അത് തന്നെയാണ്. നമ്മുടെ ഭൗമരാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള മാറ്റം വളരെ പ്രകടമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുമായുള്ള അടുപ്പത്തിൽ നിന്ന് നമ്മൾ അകൽച്ചയിലേക്ക് പോകുന്നു. തുടർന്നുണ്ടാകുന്ന താരിഫ് എന്നുള്ള ആ ഒരു വലിയ യുദ്ധം വരുന്നു, താരിഫ് യുദ്ധം വരുന്നു. അതിനെ നമ്മൾ എങ്ങനെ നേരിടുമെന്നുള്ള ചോദ്യം ഉയരുന്നു. എങ്കിലും ശക്തമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു, നെഞ്ചുവിരിച്ച് തന്നെ നടക്കുന്നു. അതിനിടയിലാണ് റഷ്യയുമായി നമ്മൾ വീണ്ടും അടുക്കാൻ ശ്രമിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നമ്മുടെ രാജ്യത്ത് വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇത്രയേറെ ഹൈപ്പ് ആവശ്യമില്ല എന്നാണ് ശ്രീ ഫക്രുദ്ദീൻ അലി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ അതിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങി പരിശോധിക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു ധാരണാപത്രം സാങ്കേതികവിദ്യ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഒപ്പിട്ടിട്ടില്ല എന്ന് പറയുന്നത് വളരെ പ്രസക്തമായ ഒരു പോയിന്റാണ്. ആ പോയിന്റ് നമുക്ക് കണ്ണടച്ച് ഇരുട്ടാക്കാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ടെക്നോളജി നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ അത് അവരുടെ കോർ ശക്തിയാണ്, അവരുടെ കാർഡാണ്. ഈ കാർഡ് അവർക്കെന്നും ഇറക്കിക്കളിച്ചേ മതിയാകൂ. അവരായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സാങ്കേതിക വിദ്യ പൂർണ്ണമായും മറ്റൊരു രാജ്യത്തിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന് അത്രത്തോളം ഒരു ക്രിട്ടിക്കലായിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടാകണം. ആ ഒരു സിറ്റുവേഷൻ ഇപ്പോഴെന്തായാലും റഷ്യക്ക് ഇല്ല, അതുപോലെ തന്നെ ബ്രിട്ടനില്ല, ഫ്രാൻസിനില്ല, അങ്ങനെയുള്ള രാജ്യങ്ങൾക്കൊന്നും തന്നെ ഇല്ല. ഇതിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്താഗതി ഇന്ത്യയുടെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ തിങ്ക് ടാങ്കിൻ്റെ, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ, ഇന്ത്യൻ ആർമിയുടെ, ഡിഫൻസ് ഫോഴ്സിൻ്റെ എല്ലാം തിങ്ക് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ടത് ഇത്തരത്തിലുള്ള ഒരു മൈറ്റി പവറായി നമുക്ക് ഉയർന്നു വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് കുറേ കൂടി സ്ട്രോങ് ആയിട്ട് പോകേണ്ടതുണ്ട്. നമ്മുടെ റിസർച്ച് വിങ് കുറേ കൂടി സ്ട്രോങ് ആയിട്ട് പോകേണ്ടത്. നമുക്ക് ജെറ്റ് എഞ്ചിനുകൾ നമുക്ക് സ്വയം നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് ഉയരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ മൈറ്റിൽ നിന്നും ഒരു ഡിഫൻസ് മൈറ്റിലേക്ക് ഇന്ത്യക്ക് ഉയരാനുള്ള ഒരു നിർണായക ഘട്ടത്തിലൂടെ ആണ് നമ്മൾ പോകുന്നതിനുള്ള ചിന്താഗതി തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒപ്പം പ്രവർത്തിക്കുന്നവർക്കും അദ്ദേഹത്തിൻ്റെയൊക്കെ തലച്ചോറിലൂടെ മുന്നോട്ട് പോകുന്നുണ്ടാകണം. അതിലേക്ക് നമുക്ക് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. നമസ്കാരം.